ഒരു മൺസൂൺ കാലത്ത് അവസരങ്ങളുടെ പുതിയൊരു മഴ. SSC CGL നോട്ടിഫിക്കേഷൻ 2024 പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. നിങ്ങൾ SSC CGL പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യതയുള്ള ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായും കാണുക. യോഗ്യതയുണ്ടോ എന്നറിയാനും ഇത് തീർച്ചയായും കാണുക. കണ്ടു കഴിഞ്ഞാൽ അപേക്ഷിക്കാൻ മറക്കരുത്. അപേക്ഷിച്ചാൽ പ്രിപ്പയർ ചെയ്യാനും ആ ജോലി പിടിച്ചെടുക്കാനും. കാരണം ഇത്രയും കൂടുതൽ വേക്കൻസികൾ ഒന്നിച്ചുണ്ടാകുന്ന സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റുകൾ വളരെ കുറവാണ്. SSC കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ നോട്ടിഫിക്കേഷൻ 2024 നമുക്ക് പോകാം. ഓക്കെ, നമ്മൾ ഈ കാണുന്നത് നോട്ടിഫിക്കേഷനാണ്. ആദ്യമായിട്ടൊക്കെ SSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ പോകുന്ന ആൾക്കാർ തീർച്ചയായും SSCയുടെ വെബ്സൈറ്റ് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ssc.gov.in എന്ന വെബ്സൈറ്റ് സഞ്ചരിക്കുക, ഇടയ്ക്കിടയ്ക്ക് വിസിറ്റർ ആയിരിക്കുക, അവിടെയുള്ള നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റുകൾ സ്ഥിരമായി വായിച്ചുകൊണ്ടിരിക്കുക തുടങ്ങിയവ SSCയിലൂടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ജോലി നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. ഈ കാര്യം എപ്പോഴും ഓർക്കുക. നമുക്ക് ഇത്തവണത്തെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ 2024 നോട്ടിഫിക്കേഷനാണ്. നമുക്കതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒന്ന് കടന്നു പോകാം. തീയതികളെ പറ്റിയാണ് പറയുന്നത്. നമുക്കതൊന്ന് പെട്ടെന്ന് ആ തീയതികളിലൂടെ ജസ്റ്റ് പ്രധാനപ്പെട്ട തീയതികൾ. ഒരു നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ആ ഡേറ്റുകളിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിൽ നോക്കൂ, ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് 24/6/2024 മുതൽ 24/7 കൃത്യമായി ഒരു മാസ സമയം നമുക്ക് കിട്ടുകയാണ്. ജൂൺ 24 മുതൽ ജൂലൈ 24 വരെയുള്ള സമയത്ത് നമുക്ക് ഓൺലൈനായി അപേക്ഷകൾ സബ്മിറ്റ് ചെയ്യാം. സബ്മിഷൻ ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ റെസീറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻസ് 24/7 സ്പെസിഫിക് ആയിട്ട് പറയുന്നു. 11 മണി വരെ 11 PM വരെയാണ് അത് അപേക്ഷിക്കാൻ പറ്റുക. ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് 25/7/2024 11 മണി വരെ. അതായത് നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫീ കൂടി ഈ SSCക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് നമുക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഓൺലൈൻ പേയ്മെൻറ്റിന് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഡേറ്റുകൾ പറയുമ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന ഒരു കാര്യം ഓർക്കുക, ഒരിക്കലും അവസാന തീയതിയിലേക്ക് നമ്മൾ കാത്തിരിക്കരുത്. അങ്ങനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾക്കതൊരു താല്പര്യക്കുറവായിട്ട് തന്നെ ഗണിക്കാവുന്നൊരു സംഗതിയാണ്. ലാസ്റ്റ് മിനിറ്റ് റഷിൽ ചിലപ്പോൾ നമുക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായേക്കാം. അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇപ്പോഴേ തീരുമാനിക്കുക. 24/6, 24/7 ഈ തീയതികൾക്കിടയിൽ തന്നെ വളരെ അടുത്ത ഒരു ശുഭമുഹൂർത്തത്തിൽ നമ്മളിതിന് അപേക്ഷിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. എപ്പോഴും ഏറ്റവും മികച്ച സമയം അപേക്ഷിക്കാൻ ഏതാണ്, പ്രവർത്തിക്കാൻ ഏതാണെന്ന് ചോദിച്ചാൽ നൗ എന്ന് മാത്രമാണ് ഉത്തരം. സോ ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു ടു അപ്ലൈ നൗ. ബട്ട് ബിഫോർ യു അപ്ലൈ, ensure that you know the notification, you have gone through the notification at least once in detail. പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോട്ട് ചെയ്യുക, അണ്ടർലൈൻ ചെയ്യുക. പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടാണെങ്കിൽ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്നിട്ട് അത് നിങ്ങളുടെ ഫയൽ സൂക്ഷിക്കുക. ഇനി അങ്ങനെയൊക്കെ ചെയ്യാൻ വളരെ ഡിജിറ്റലൈസ് ചെയ്ത ഒരു എൻവയോൺമെൻറ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് സാധ്യമല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ഫോൾഡറിൽ സൂക്ഷിക്കുക. പ്രധാനപ്പെട്ടത് നമുക്ക് മാർക്ക് ചെയ്യാവുന്ന മാർക്കർ കൊണ്ട് മാർക്ക് ചെയ്ത് സൂക്ഷിക്കുക. നൗ കം ബാക്ക് ടു ദ നോട്ടിഫിക്കേഷൻ. കറക്ഷൻ എന്തെങ്കിലും അപ്ലിക്കേഷൻ വരുത്താനുണ്ടെങ്കിൽ, ഓൺലൈൻ പേയ്മെൻറ്റ് ഉൾപ്പെടെയുള്ളതിൽ കറക്ഷൻ നടത്താനുണ്ടെങ്കിൽ 10/8/2024 മുതൽ 11/8/2024 വരെ ഒരു സമയം തരും. കറക്ഷൻ ആവശ്യം വരാത്ത രീതിയിൽ 0 എറർ അപ്ലിക്കേഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഡയറക്ഷൻ്റെ ഒരു പ്രിൻസിപ്പിൾ തന്നെയാണ് 0 എറർ എന്ന് പറയുന്നത്. ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യുന്ന ഘട്ടം മുതൽ പ്രിപ്പയർ ചെയ്യുന്നതിലൂടെ പരീക്ഷ എഴുതുന്ന ഘട്ടം വരെ ഒരു മിസ്റ്റേക്കും ഇല്ലാതെ ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പോളിസി. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു, ആദ്യമേ നോട്ടിഫിക്കേഷൻ വായിക്കുക, സമയമൊക്കെ ഉറപ്പുവരുത്തുക, പേയ്മെൻറ്റ് നമ്മളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്ന കാര്യം, നമ്മൾ ക്വാളിഫൈഡ് ആണെന്ന് ഉറപ്പുവരുത്തുന്ന കാര്യം, എല്ലാത്തിലും 0 എറർ ആണെന്ന് ഉറപ്പുവരുത്തുമ്പോൾ തന്നെ നിങ്ങൾ ഏകദേശം ഡയറക്ഷനിലെത്തി തുടങ്ങി. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഫോർ Tier 1 കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ. ഈ എക്സാമിനേഷന് 2 ഘട്ടങ്ങളുണ്ട്, Tier 1, Tier 2. അതിലേക്ക് നമ്മൾ പെട്ടെന്ന് പോകുന്നതാണ്. എന്നാലും ഓർക്കുക, Tier 1 എക്സാമിനേഷൻ വരാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നത് സെപ്റ്റംബർ ഒക്ടോബർ 2024 ആണ്. സെപ്റ്റംബറിലോ ഒക്ടോബറിലോ നടന്നേക്കാം. അതുപോലെ തന്നെ Tier 2 എക്സാമിനേഷൻ്റെ, അതും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്, ഡിസംബറിൽ പരീക്ഷ നടക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പരീക്ഷകളെ പറ്റിയുള്ള പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക. ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യുക. ഇതിൻ്റെ മുമ്പ് തന്നെ ഞാനിത് അപേക്ഷിച്ചിരിക്കുമെന്നുള്ളൊരു തീരുമാനവുമായിട്ട് വേണം ഇനി മുന്നോട്ട് നമ്മൾ ഈ വീഡിയോയിലേക്ക് പോകാൻ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകാം. ഇനി എന്തിനാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഗവൺമെൻറ്
strives to have a workforce which reflects gender balance and women candidates are encouraged to apply. ഇതെല്ലാം SSC നോട്ടിഫിക്കേഷനിൽ നിങ്ങൾക്ക് കാണാവുന്ന ഒരു സെൻറ്റൻസ് ആണ്. അതായത് സ്ത്രീജനങ്ങൾ ഇതിലേക്ക് അപേക്ഷിക്കണമെന്ന് പ്രോ ആക്റ്റീവായി തന്നെ ആവശ്യപ്പെടുകയാണ്. എല്ലാവരും ഒരുപോലെയാണ്. അതുപോലെ സ്ത്രീജനങ്ങൾ കൂടുതലായി സർവീസിൽ വരണമെന്നുള്ള ഒരു സംഗതിയാണ് ഇതിൽ തുടക്കത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ എക്സാമിനേഷനെ പറ്റി പറയുന്നത് ഫോളിയോ നമ്പർ അതിൻ്റെ നമ്പറാണ് HUC 11018/1/2024 C1. Staff Selection Commission will hold combined graduate level examination 2024 for filling up of various ഗ്രൂപ്പ് ബി ആൻഡ് ഗ്രൂപ്പ് സി പോസ്റ്റ്. അപ്പോൾ ഇത് SSC CGL നോട്ടിഫിക്കേഷനിലൂടെ ഫില്ല് ചെയ്യപ്പെടാൻ പോകുന്ന വേക്കൻസികൾ കേന്ദ്ര സർക്കാരിലെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ്. ഇൻ ഡിഫറെൻറ്റ് മിനിസ്ട്രീസ്, ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഓർഗനൈസേഷൻസ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആൻഡ് വേരിയസ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്, സ്റ്റാറ്റ്യൂട്ടറീസ് ബോഡീസ്, ട്രൈബ്യൂണൽസ് എക്സെട്ര. ദ ഡീറ്റെയിൽസ് ഓഫ് എക്സാമിനേഷൻ ആർ ആസ് ഫോളോസ്. ഇതാണ് എക്സാമിനേഷൻ്റെ ഒരു ഹെഡ്ലൈനായിട്ട് നോട്ടിഫിക്കേഷനിൽ കാണുന്നത്. ഓരോ സെൻറ്റൻസിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലുള്ള നിയമബന്ധിതമായിട്ടുള്ള സമയബന്ധിതമായിട്ടുള്ള കാര്യങ്ങളെല്ലാം വന്ന് ആദ്യ സമയത്തെപ്പറ്റി പറഞ്ഞു. ഇനി എന്തിനാണ് ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു. ഈ നോട്ടിഫിക്കേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്താണ് പോസ്റ്റുകൾ, ഏതാണ് പ്രധാനപ്പെട്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ പോസ്റ്റുകൾ നമുക്കൊന്ന് പെട്ടെന്ന് നോക്കാം. അപ്പോൾ ഈ നോട്ടിഫിക്കേഷനിൽ കിട്ടാവുന്ന ഏറ്റവും ഉയർന്ന പോസ്റ്റുകൾ, അങ്ങനെ ഓരോ പോസ്റ്റും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏജ് ലിമിറ്റാണ് കാണിച്ചിരിക്കുന്നത്. 20-നും 30-നും ഇടയിൽ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാൻ പറ്റുന്നത്, 18-നും 30-നും ഇടയിലുള്ളവർ. ഇത് അതുപോലെ തന്നെ 30 താഴേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഏജിൻ്റെ കാര്യം ഇവിടെ തന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ, സെൻട്രൽ സെക്രട്ടറി സർവീസ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. 20-നും 30-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാൻ പറ്റുക. പിന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ഇൻ്റലിജൻസ് ബ്യൂറോയിലുണ്ട്, ഗ്രൂപ്പ് ബി, അഗൈൻ 18. അവരുടെ ഏജ് 18 മുതലുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. 20-നും 30-നും ഇടയിലാണ് പ്രായം. അതുപോലെ തന്നെയാണ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ എക്സ്റ്റേണൽ അഫയേഴ്സ്, അതുപോലെ തന്നെ ആംഡ് ഫോഴ്സസ് ഹെഡ് ക്വാർട്ടേഴ്സ്, ഇതിനൊക്കെ തന്നെ ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. 20-30 ഏജാണ് പറഞ്ഞിരിക്കുന്നത്. 2 പോസ്റ്റുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, 18 വയസ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അപേക്ഷിക്കാൻ പറ്റുന്ന, അതായത് 20 കഴിഞ്ഞിട്ടില്ലാത്തവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. അത് മറ്റൊരു പോസ്റ്റാണ് അതുപോലെയുള്ളത്. അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അതർ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗ്രൂപ്പ് ബി പോസ്റ്റാണ്. അതും 18-30 ഏജിൽ നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ ഏജ് ഗ്രൂപ്പിൽ, ഏജിനിടയിൽ അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണ്, അതിൽ ഏതൊക്കെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ടതെന്നാണ് നോക്കേണ്ടത്. സാധാരണഗതിയിൽ ആൾക്കാർ അപേക്ഷിക്കാൻ ഇഷ്ടപ്പെടുന്ന വളരെ ആകർഷകമായ പോസ്റ്റുകൾ, അല്ലെങ്കിൽ SSCയിലേക്ക് ആൾക്കാരെ നയിക്കുന്ന ചില പോസ്റ്റുകൾ, ഇനി വരാൻ പോകുന്ന പോസ്റ്റുകളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് ഞാനിവിടെ പറയുന്നതാണ് ഇൻസ്പെക്ടർ ഓഫ് ഇൻകം ടാക്സ്. ഗ്രൂപ്പ് സി പോസ്റ്റാണ്. 18-നും 30-നും ഇടയിൽ പ്രായമുള്ള ആൾക്കാർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഓഫ് സെൻട്രൽ എക്സൈസ്, അതുപോലെ ഇൻസ്പെക്ടർ പ്രിവെൻറ്റീവ് ഓഫീസർ CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഉള്ളതാണ് ആദ്യത്തെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇതും 18-30 ഏജ്. അപ്പോൾ 30 വയസ്സ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത, ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റാത്ത പോസ്റ്റുകളാണ് ഇതൊക്കെ. അതുകൊണ്ട് തന്നെ ഇത് 30 കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്ന് ഒരു നോട്ടിഫിക്കേഷൻ പറയുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ച് തരുമ്പോൾ, പ്രായം 18-19 ആയിട്ടുള്ള ആൾക്കാരൊക്കെ നിങ്ങളുടെ ഇടയിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് 20 ആയിട്ടേ ഉള്ളൂ എങ്കിൽ, ഇങ്ങനെ ഒരു എക്സ്ട്രീം എൻഡ് ഉണ്ട് എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് ഇപ്പോഴേ ഈ ജോലി ആദ്യമേ പിടിച്ചെടുക്കാനുള്ള അധ്വാനം നമ്മൾ തുടങ്ങണം. കാരണം 30 വയസ്സൊക്കെ എത്തിക്കഴിഞ്ഞ ഒരാൾക്ക് ഒരൊറ്റ ദിവസത്തിന് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഏജ് ഓവർ ആയിപ്പോയി അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യത്തിലുണ്ടാകുന്ന മാനസികാവസ്ഥയെപ്പറ്റി നമ്മൾ ഇപ്പോഴേ ബോധവാന്മാരായി കഴിഞ്ഞാൽ നമുക്ക് വളരെ യങ് ആയിട്ടുള്ള ഏജിൽ തന്നെ ഈ ജോലിയിലേക്ക് കയറാനും ഒരുപാട് ദൈർഘ്യമേറിയ സർവീസ് എൻജോയ് ചെയ്യാനും ആവുന്ന അത്രയും പ്രൊമോഷനുകളൊക്കെ നേടി ഉയരങ്ങളിലേക്ക് പറന്ന് കയറി പോകാനും സാധിക്കുമെന്നുള്ളത് മറന്നു പോകരുത്. പക്ഷേ അതിന് ഇപ്പോഴേ നമ്മൾക്ക് സമയത്തെപ്പറ്റി ബോധമുണ്ടാകണം. അതുകൊണ്ടാണ് ഏജ് ലിമിറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ കസ്റ്റംസിലെ ഇൻസ്പെക്ടർ എക്സാമിനർക്കും 18-30 ഏജാണ്. പിന്നെ അസിസ്റ്റൻറ്റ് എൻഫോഴ്സ്മെൻറ്റ് ഓഫീസർ, എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ് 18-30 ഏജാണ്. അതേസമയത്ത് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ CBIയിലെ സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ഗ്രൂപ്പ് ബി ആണ്. 20-30 ഏജ്. 20 വയസ്സ് ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ പോസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഇൻസ്പെക്ടർ ഓഫ് പോസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ്, മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ, ഗ്രൂപ്പ് ബി പോസ്റ്റ് 18-30 ഏജ് വരുന്നത്. ഇതിൽ നമ്മൾ പേ ലെവലുകൾ ഇതിൽ പറയുമ്പോൾ നമ്മൾ നേരത്തെ നോക്കിയിരിക്കുന്നത് പേ ലെവൽ 7 ആണ്. 44,000
1,42,400 ആ ഒരു ലെവലുള്ള പോസ്റ്റാണ് ഇപ്പം നമ്മൾ ഇതുവരെ ഡിസ്ക്രൈബ് ചെയ്തത്. ഇനിയിപ്പം അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പേ ലെവൽ 6-ലുള്ളത് 35,400, 1,12,400, 35,400 മുതൽ 1,12,400 വരെ. ഇത് ബേസിക് പേ ആണ് പറയുന്നത്. ബേസിക് പേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ DAയും മറ്റുള്ള അലവൻസുകളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഓരോ മന്തും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് കിട്ടുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് സംഗതികളൊക്കെ DAയും മറ്റും കാൽക്കുലേറ്റ് ചെയ്യുന്ന ബേസ് എമൗണ്ടാണ് ബേസിക് പേ എന്ന് പറയുന്നത്. അതാണ് ആദ്യമായിട്ട് ജോലിയിൽ കയറുന്ന പേ ലെവൽ 6-ലേക്ക് കയറുന്ന ഒരാൾക്ക് 35,400 തുടങ്ങുന്നു. അതിൻ്റെ ഇത്ര ശതമാനമാണ് DA എങ്കിൽ അത്രയും ആ ബേസിക് പേൻ്റെ അതിനോട് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ പേ ലെവൽ നേരത്തെ കണ്ട പേ ലെവൽ 7 പറയുന്നത് പിന്നെ 44,900 ടു 1,42,400 എന്നും പറയുമ്പോൾ ഇവർ ബേസിക് പേ ആണ് എടുക്കുന്നത്. ആദ്യമായിട്ട് സർക്കാർ ജോലിയിൽ കയറുന്ന കേന്ദ്ര ഗവൺമെൻറ്റിലെ ഈ പോസ്റ്റിലേക്ക് കയറുന്ന ഒരാൾക്ക് ബേസിക്കായിട്ട് മന്ത്ലി കിട്ടുന്ന 44,900 രൂപയും അതിൻ്റെ കൂടെ ആ സമയത്ത് നിലവിലുണ്ടാകുന്ന DA എന്താണോ അതിൻ്റെ കൂടെ മറ്റ് അലവൻസുകൾ ഒരു സ്ഥലത്തുള്ള അലവൻസുകൾ എന്താണോ അതാണ് കിട്ടുക എന്നുള്ളതെന്ന് ഓർക്കുക. അപ്പോൾ ഈ പേ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അവസാനം വാങ്ങുമ്പോൾ ഒരുപാട് കൂടുതലൊക്കെ വരാൻ സാധ്യതയുണ്ട്. നൗ ലെറ്റ്സ് സീ the post in pay level 6. അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അതർ മിനിസ്ട്രീസ് ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. നേരത്തെ പറഞ്ഞതല്ലാത്ത മിനിസ്ട്രിയിലും ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് 18-30 ഏജ് ലിമിറ്റ് വരുന്നത്. എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് CBIC ഗ്രൂപ്പ് B പോസ്റ്റാണ് 18-30. ഇനി അങ്ങോട്ടുള്ള പോസ്റ്റുകളിൽ അവസാനത്തെ ഒന്നൊഴിച്ച് ബാക്കിയെല്ലാം തന്നെ 18-30. അതായത് റിസർച്ച് അസിസ്റ്റൻറ്റ്, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഓഫീസേഴ്സ് ആൻഡ് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 18-30 പ്രായത്തിനിടയിലാണ്. സബ് ഇൻസ്പെക്ടർ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി NIA വളരെയധികം ലൈംലൈറ്റിലുള്ള ഒരു പോസ്റ്റാണ് ഇപ്പോൾ. ഇത് വളരെയധികം ക്രേസിയാണ്. യുവാക്കൾക്ക് കയറാൻ വളരെ താല്പര്യമുള്ള ഒരു ഏജൻസിയായി മാറിയിട്ടുണ്ട്. പത്രങ്ങളിലൊക്കെ എപ്പോഴും ന്യൂസൊക്കെ ഉള്ളതുകൊണ്ട് സബ് ഇൻസ്പെക്ടർ അതും 18-30 ഏജ് ലിമിറ്റിലാണ്. സബ് ഇൻസ്പെക്ടർ അല്ലെങ്കിൽ ജൂനിയർ ഇൻ്റലിജൻസ് ഓഫീസർ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്നുള്ളത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിലാണ് കീഴിലാണ് വരുന്നത്. അത് ഗ്രൂപ്പ് B പോസ്റ്റാണ് 18-30. ഇനി അടുത്ത പോസ്റ്റ് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ ഗ്രൂപ്പ് B പോസ്റ്റാണ് 18 മുതൽ 32 വയസ്സ് വരെയുള്ള യോഗ്യതയുള്ള വയസ്സിലുള്ള ആൾക്കാർക്ക് അത് അപേക്ഷിക്കാൻ വയസ്സുകൊണ്ട് യോഗ്യരാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ഈ പോസ്റ്റിന് ഒരു പക്ഷേ നമ്മുടെ സാധാരണ ഗ്രാജുവേഷൻ മതിയാവില്ല, അതിൻ്റെ കൂടെ സ്റ്റാറ്റിസ്റ്റിക്സ് പഠിച്ചിരിക്കണം എന്നുള്ളൊരു സംഗതി കൂടി വരും. ഇനി നമുക്കിത് തുടർന്ന് നോക്കാം. പേ ലെവൽ 5-ൽ വരുന്നത് 29,200 ടു 92,300 പേ സ്കെയിലാണ്. അതിൽ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് ഓഡിറ്റർ എന്ന് പറയുന്ന എല്ലാ പോസ്റ്റും ഇതിൽ വരുന്നുണ്ട്. ഓഡിറ്റർ C&AGയിലുള്ളത്, CGDA, അതുപോലെ തന്നെ അതർ മിനിസ്ട്രി ആൻഡ് ഡിപ്പാർട്ട്മെൻറ്റിലെയൊക്കെ ഓഡിറ്റേഴ്സ്, അതുപോലെ ഓഫീസേഴ്സ് അണ്ടർ C&AGയിലെ അക്കൗണ്ടൻറ്റ്, മറ്റ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സിൻ്റെ അക്കൗണ്ടൻറ്റ്, ഇതെല്ലാം ഗ്രൂപ്പ് C പോസ്റ്റുകളാണ്. എല്ലാത്തിൻ്റെയും ഏജ് വരുന്നത് 18-ൻ്റെയും 27-ൻ്റെയും ഇടയിലാണ്. അപ്പോൾ 27 കഴിഞ്ഞവർക്ക് ഈ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ പറ്റില്ല. റിലാക്സേഷൻ ഉള്ളവർക്ക് പറ്റും, മറ്റുള്ളവർക്ക് പറ്റില്ല എന്നുള്ളവർക്ക്. അക്കൗണ്ടൻറ്റ് ഓർ ജൂനിയർ അക്കൗണ്ടൻറ്റ് അതർ മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് ഗ്രൂപ്പ് C ആണ് 18 മുതൽ 27 വരെ പ്രായം. പേ ലെവൽ 4 എന്ന് പറഞ്ഞാൽ 25,500 ടു 81,100 ഗ്രൂപ്പ് C പോസ്റ്റിൽ വരുന്നതാണ് മിക്കവാറും എല്ലാം തന്നെ. നമ്മൾ പോസ്റ്റൽ അസിസ്റ്റൻറ്റ് തുടങ്ങിയ പോസ്റ്റുകളൊക്കെ ഇതിലാണ് വരുന്നത്. പോസ്റ്റൽ അസിസ്റ്റൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഗ്രൂപ്പ് C 27 വയസ്സ് വരെ, 18 മുതൽ 27 വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ പറ്റുക. അതുപോലെ സീനിയർ അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ സീനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് അല്ലെങ്കിൽ അപ്പർ ഡിവിഷൻ ക്ലാർക്ക് പോസ്റ്റുകൾ സെൻട്രൽ ഗവൺമെൻറ് ഓഫീസുകളിലും മിനിസ്ട്രിയിലും ഒക്കെ ഉണ്ടാകുന്ന പോസ്റ്റുകളാണ്. ഗ്രൂപ്പ് C ആണ് 18-27 തന്നെയാണ് ഇവിടെയും ഏജ് വരുന്നത്. പിന്നെ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻറ്റ് മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ ഗ്രൂപ്പ് C 18-27. ഇനി അങ്ങോട്ടുള്ള പോസ്റ്റുകളെല്ലാം തന്നെ 18-27. ബാക്കി പോസ്റ്റുകൾ എന്ന് പറയുന്നത് ടാക്സ് അസിസ്റ്റൻറ്റുകളാണ്. ഡയറക്റ്റ് ടാക്സ്, ഇൻഡയറക്റ്റ് ടാക്സുകളിലെയൊക്കെ ടാക്സ് അസിസ്റ്റൻറ്റുമാർ വരുന്നുണ്ട്. സബ് ഇൻസ്പെക്ടേഴ്സ്, സെൻട്രൽ ബ്യൂറോ ഓഫ് നാർക്കോട്ടിക്സ് വരുന്നുണ്ട്. ഗ്രൂപ്പ് C ആണ് 18-27 വയസ്സാണ്. പിന്നെ ഇതിലൊക്കെ ഈ പോസ്റ്റുകൾ ഇത്രയുണ്ട്. അപ്പോൾ ഇതിലെങ്ങനെയാണ് നിയമനം നടത്തുക, സെലക്ഷൻ നടത്തുക എന്നുള്ളത് ഇവിടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വ്യക്തമാക്കുന്നുണ്ട്. എങ്ങനെയാണ് വ്യക്തമാക്കുന്നത്? ഫൈനൽ അലോട്ട്മെൻറ്റ്, ദ കമ്മീഷൻ മേക്സ് ദ ഫൈനൽ അലോട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ മെറിറ്റ് കം പ്രിഫറൻസസ് ഓഫ് പോസ്റ്റ് ഗിവൺ ബൈ ദ കാൻഡിഡേറ്റ്സ്. അതായത് നമ്മളെ പരീക്ഷയിലൂടെ നേടിയെടുത്ത മാർക്കിൻ്റെയും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന പ്രിഫറൻസിൻ്റെയും അടിസ്ഥാനത്തിലാണ് നടത്തുക. നോക്കൂ, ഇതൊരു സ്റ്റേജ് ഉണ്ട്. പരീക്ഷ കഴിഞ്ഞിട്ട് റിസൾട്ടൊക്കെ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇവർ നമ്മളോട് പ്രിഫറൻസ് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടും. ഓൺലൈനായിട്ട് പ്രിഫറൻസ് രേഖപ്പെടുത്തുന്ന ക്രമത്തിൽ നിങ്ങൾ ആ റാങ്കിൽ, ആ ഒരു പരീക്ഷയുടെ സ്കോർ അനുസരിച്ച് നിങ്ങൾക്കത് അർഹതയുണ്ടെങ്കിൽ ആ പോസ്റ്റിനെ പരിഗണിക്കുക. അങ്ങനെയാണ് റാങ്ക് ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഈ പ്രിഫറൻസ് കൊടുക്കാൻ വിട്ടുപോവുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്താൽ പരിഗണിക്കുകയേ ഇല്ല എന്ന് കമ്മീഷൻ പറയുന്നുണ്ട്, SSC നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇതൊക്കെ ചില പ്രത്യേക ഫിസിക്കൽ സ്റ്റാൻഡേർഡുകൾ വേണ്ട പോസ്റ്റുകളെ പറ്റി ഒരു സൂചന നൽകുന്നുണ്ട്. അതായത് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുമ്പോൾ തന്നെ വൈൽ ഗിവിങ് പ്രിഫറൻസ് പോസ്റ്റ്
as and when required by the commission, the candidates may note that there are a few posts like inspector, central excise examiner, preventive officer, inspector and sub-inspector in CBN, Ministry of Finance, sub-inspector, junior intelligence officer in NCB, sub-inspector in CBI, NIA, etc., which have specific requirement of physical standards, physical test and medical standards, details given in Annexure 16. Candidates must ensure that they fulfill the requirements of the post before giving their preference. അതായത് ഫിസിക്കലി ചില സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഹൈറ്റ്, നമ്മളുടെ ചിലപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചില ഇതൊക്കെ നടത്തേണ്ടതുണ്ട് ഇന്ന പോസ്റ്റുകൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് അതുണ്ടെങ്കിൽ മാത്രമേ അതിന് പ്രിഫറൻസ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ആ പ്രിഫറൻസ് നമ്മൾ കൊടുക്കുകയും എന്നാൽ ആ പോസ്റ്റിന് ഫിസിക്കൽ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റോ നമുക്ക് യോഗ്യത ഇല്ലാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആ പോസ്റ്റ് കിട്ടില്ല. മാത്രമല്ല സെലക്ഷൻ മിസ്സാവുകയും ചെയ്യും. ഈ പ്രിഫറൻസിന് വേറൊന്ന് കൊടുത്തിരുന്ന കിട്ടാമായിരുന്ന ഒരു പോസ്റ്റ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു വരും. അതുകൊണ്ടാണ് ശ്രദ്ധിക്കണമെന്ന് ഇവിടെ SSC വ്യക്തമാക്കുന്നത്. ഇനി വേക്കൻസീസിനെ പറ്റി പറയാം. ഏകദേശം എത്ര വേക്കൻസി ഉണ്ട്? ഇതാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത്. ഇത്രയും ഭീകരമായ രീതിയിലുള്ള വേക്കൻസീസിൻ്റെ ഒരു പെരുമഴയാണ് ഈ മൺസൂൺ കാലത്ത് നമുക്ക് വരാൻ പോകുന്നത്. ഇതിനെ കമ്പയർ ചെയ്തുകൊണ്ട് മുമ്പുള്ളതിനേക്കാൾ കൂടുതലാണ്, കുറവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പറയും. പക്ഷേ നിങ്ങളതൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഒരാൾക്ക് ഒരൊറ്റ വേക്കൻസി മതി എന്നുള്ളതാണ്. ഇത് മതി, നമുക്ക് ഒരാൾക്ക് ഒരൊറ്റ വേക്കൻസി മതി. അപ്പോൾ നമുക്കിവിടെ 17,727 വേക്കൻസികളുണ്ട്. 17,727 വേക്കൻസീസ് സ്പ്രെഡ് ഓവർ ഓൾ ദീസ് കാറ്റഗറീസ്, പേ ലെവൽസ്. ഇതിൽ നിങ്ങൾക്ക് അർഹതയുള്ളത് ഏതൊക്കെയാണെന്ന് നോക്കിയിട്ട് അത് പിടിച്ചെടുക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഉണ്ടാക്കി ആദ്യം അപേക്ഷിക്കുക, പ്രിപ്പറേഷൻ തുടങ്ങുക. പ്രിപ്പയർ ചെയ്ത് അത് 0 എറർ എന്നുള്ള മറന്നു പോയത്. വളരെ സന്തോഷത്തോടുകൂടി പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി പരീക്ഷ എഴുതി ജയിച്ച് ജോലി നേടിയെടുക്കുക. ഇതാണ് നമ്മൾ വേണ്ടത്. പിന്നെ ഇത് ടെൻറ്റേറ്റീവ് വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. ഹൗവർ firm vacancies will be determined in due course. Updated vacancies, if any, along with post-wise and category-wise vacancies will be made available on the website. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെബ്സൈറ്റ് നമ്മൾ എപ്പോഴും ഓർക്കണം. ഈ വെബ്സൈറ്റാണ് പറഞ്ഞിട്ടുള്ളത്. ഈ വെബ്സൈറ്റ് ഒന്ന് നിങ്ങളെപ്പോഴും ഓർക്കുക. ഈ വെബ്സൈറ്റ് ഓർക്കുക. ssc.gov.in എന്ന വെബ്സൈറ്റ് നോക്കുക. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്ക് അവിടെ പോവുക. അവിടെ പുതിയ എന്തെങ്കിലും നോട്ടീസ്, ഒരു പക്ഷേ അഡൻഡം, അങ്ങനെ എന്തെങ്കിലും നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അഡീഷണലായിട്ട് ഇൻഫർമേഷനൊക്കെ ചിലപ്പോൾ അവർ പാസ് ചെയ്യാം. ചിലപ്പോൾ എക്സാമിനേഷന് ഇന്ന ദിവസം ഉണ്ടാവുന്നോ, അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് ഇപ്പോൾ വരുമെന്നോ, അല്ലെങ്കിൽ നേരത്തെ അപേക്ഷിക്കണമെന്ന് പോലും SSC പ്രത്യേകമായി സർക്കുലറിലൂടെ കാൻഡിഡേറ്റ്സിനോട് ആവശ്യപ്പെടാറുണ്ട്. അതുകൊണ്ട് ഈ സൈറ്റ് എപ്പോഴും പോവുക. നിങ്ങളുടെ ലാപ്പിൽ നിങ്ങളത് ടാഗ് ചെയ്ത് വെക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവിടേക്ക് പോകാൻ വലിയ പ്രയാസമുണ്ടാവില്ല. ഇനി നമുക്കിതിൻ്റെ ക്വാളിഫിക്കേഷനുകളിലേക്കൊക്കെ പോകാം. നാഷണാലിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് എന്ന് പറഞ്ഞാൽ മിക്കവാറും ജോലിക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇതൊരു ജനറൽ ക്ലോസ് പോലെ ആയി കഴിഞ്ഞു. അതായത് സിറ്റിസൺ ഓഫ് ഇന്ത്യ ആയിരിക്കണം, അല്ലെങ്കിൽ സബ്ജക്റ്റ് ഓഫ് നേപ്പാൾ അല്ലെങ്കിൽ ഭൂട്ടാൻ അങ്ങനെ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ആൾ മൈഗ്രേറ്റ് ചെയ്ത്, അങ്ങനെ പറഞ്ഞ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെ റിപ്പബ്ലിക്കിലാണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം അതിലേക്ക് പോവുക. നമ്മൾ സാധാരണഗതിയിൽ നമ്മളുടെ ഇതിൻ്റെ ഒരു അന്വേഷണം ആദ്യത്തെ ഭാഗത്ത് തന്നെ നിൽക്കും. സിറ്റിസൺ ഓഫ് ഇന്ത്യ, നമ്മൾ ക്വാളിഫൈഡ് ആണ്, നമുക്ക് അപേക്ഷിക്കാം. പിന്നെ ബാക്കിയുള്ളത് ഒരുപാട് വായിച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, സമയം മെനക്കെടുത്തേണ്ടതില്ല. പിന്നെ നമ്മൾ അടുത്ത ഐറ്റം, യോഗ്യതയുടെ അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഏജാണ്. ഏജിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ഏജ്, ഈ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏജ് ആസ് ഓൺ 1/8/2024 എന്ന് പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് ആസ് ഓൺ. ഇത് എത്ര ഏജ് മാക്സിമം എത്തിയിട്ടുണ്ട് എന്നുള്ള കണക്കാക്കുന്ന ഡേറ്റ് 1/8/2024. ഇനി നമുക്ക് ആ ഏജ് ലിമിറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. ഓരോ ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പോസ്റ്റുകൾ പേ ലെവൽ കൺസിഡർ ചെയ്തപ്പം 18 മുതൽ 27 വരെ, 20 മുതൽ 30 വരെ, 18 മുതൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഡേറ്റുകൾ കണക്കാക്കുന്ന ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയ കാര്യമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പറയുന്നതൊന്ന് ശ്രദ്ധിക്കുക ഇവിടെ. അതായത് ഏജ് ലിമിറ്റിൻ്റെ കേസിലുള്ളത്, ഫോർ പോസ്റ്റ് ഫോർ വിച്ച് ഏജ് ലിമിറ്റ് ഈസ് 18-27 ഇയേഴ്സ് വരെ ഏജ് ലിമിറ്റുള്ള എല്ലാ തസ്തികകൾക്കും കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് ബീൻ ബോൺ നോട്ട് ഏർലിയർ ദാൻ 2/8/1997 മുമ്പോ, അല്ലെങ്കിൽ നോട്ട് ലേറ്റർ ദാൻ 1/8/2006 ശേഷമോ ആയിരിക്കരുത് ജനിച്ചത്. ഇതാണ് പറഞ്ഞത്, വ്യക്തമായിട്ട് പറയുന്നത്. ഒരു കൺഫ്യൂഷനും വേണ്ട. നിങ്ങൾ 18-27 ഏജ് ലിമിറ്റുള്ള ഒരു പോസ്റ്റിന് അപേക്ഷിക്കുകയാണെങ്കിൽ, ഏജ് റിലാക്സേഷൻ ഒന്നും ഇല്ലാത്ത ഒരാളാണെങ്കിൽ ഈ 2 തീയതികൾക്കിടയിൽ ജനിച്ചവരായിരിക്കണം. ഇനി 20-30
ഏജ് ലിമിറ്റ് ഉള്ളതാണെങ്കിൽ ആ ഡേറ്റുകളൊന്നും മാറുന്നു. നോട്ട് ഏർലിയർ ദാൻ 2/8/1994, നോട്ട് ലേറ്റർ ദാൻ 1/8/2004. ഇനി 18-30 ആണെങ്കിൽ 2/8/94 നോട്ട് ലേറ്റർ ദാൻ 1/8/2006 ഇടയിൽ ജനിച്ചവരായിരിക്കണം. 18-32 ആണെങ്കിൽ 2/8/92 അതുപോലെ തന്നെ 1/8/2006 ശേഷം ആവരുത്, 2/8/92 മുമ്പ് അവർ ജനിച്ചത്. ഈ ഡേറ്റൊക്കെ സ്പെസിഫിക് ആയിട്ട് പറയാൻ കാരണം ലിറ്റിഗേഷനിലൊന്നും പോകാതെ തന്നെ നിങ്ങൾ നേരിട്ട് ഇത് മനസ്സിലാക്കി അപേക്ഷിച്ചാൽ മതി എന്ന് ഡയറക്റ്റായിട്ട് നമ്മളോട് SSC പറയുകയാണ്. അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിതിൽ അപേക്ഷകൾ കൊടുക്കാൻ. ഇനി ഏജ് റിലാക്സേഷനെ പറ്റിയും പറയുന്നുണ്ട്, നമുക്കത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഏജ് റിലാക്സേഷൻ പറയുന്നത് കാറ്റഗറി SC/ST ആണെങ്കിൽ 5 വർഷത്തെ റിലാക്സേഷൻ ഉണ്ട്, OBC 3 വർഷം, പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി, റിസർവേഷനൊന്നും ഇല്ലാതെ അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റിയുടെ ഡെഫിനിഷൻ ഇതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇത് വായിച്ച് നോക്കണം. അങ്ങനെയുള്ളവർക്ക് 10 വർഷവും, അങ്ങനെയുള്ള OBC പെട്ട ആൾക്ക് 13 വർഷവും, അങ്ങനെയുള്ള അതായത് ബെഞ്ച് മാർക്ക് ഡിസേബിലിറ്റി ഉള്ള SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് 15 വർഷവും മാക്സിമം ഏജിൽ റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണ കാറ്റഗറിയിൽ SC/STക്ക് 5 വർഷവും OBCക്ക് 3 വർഷവും വൈകല്യമുള്ളവർക്ക് 10 വർഷവുമാണ് കൊടുക്കുന്നത്. പിന്നെ ഓരോ കാറ്റഗറിക്ക് അനുസരിച്ച് OBC വൈകല്യമുള്ള ആളാണെങ്കിൽ OBC സാധാരണ കിട്ടുന്ന 3ൻ്റെ റിലാക്സേഷനോട് ഇവിടെ കൂട്ടി ടോട്ടൽ 13 ഇയേഴ്സ് റിലാക്സേഷൻ കിട്ടും. അതുപോലെ SC/ST ആണെങ്കിൽ 5 വർഷം ഓൾറെഡി കിട്ടുന്നതും പിന്നെ 10 വർഷം വൈകല്യമുള്ളവർക്കുള്ളത് കൂട്ടി 15 വർഷത്തത് കിട്ടും. എക്സ് സർവീസ്മെന് 3 വർഷം ആഫ്റ്റർ റിഡക്ഷൻ ഓഫ് ദ മിലിറ്ററി സർവീസ് റെൻഡേർഡ് ഫ്രം ദ ആക്ച്വൽ ഏജ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ്. അതായത് മൊത്തം പിന്നെ ഏജിൽ നിന്ന് അദ്ദേഹം നടത്തിയിരിക്കുന്ന മിലിറ്ററി സേവനത്തിൻ്റെ ആകെ ദൈർഘ്യം കുറച്ചിട്ട് കിട്ടുന്നതിൽ 3 വർഷം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു റിലാക്സേഷനാണ് കിട്ടുന്നത്. പിന്നെ ഡിഫൻസ് പേഴ്സൺ ഡിസേബിൾഡ് ഇൻ ഓപ്പറേഷൻസ് ഡ്യൂറിങ് ഹോസ്റ്റിലിറ്റീസ് വിത്ത് എനി ഫോറിൻ കൺട്രി, വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും ഒരു ശത്രുതയിൽ യുദ്ധത്തിലോ മറ്റോ അംഗവൈകല്യം സംബന്ധിച്ചിട്ടുള്ള ആൾക്കാർക്ക് 3 വർഷത്തെ ഇത് കിട്ടും. അതുപോലെ ഓപ്പറേഷൻസ് ഡ്യൂറിങ് ഹോസ്റ്റിലിറ്റീസ് വിത്ത് എനി ഫോറിൻ കൺട്രി ഇൻ എ ഡിസ്റ്റർബ്ഡ് ഏരിയ ആൻഡ് റിലീസ്ഡ് ആസ് കോൺസിക്വൻസ് ദെയർ ഓഫ്. SC/ST ആണെങ്കിൽ ഈ ടീം SC/ST ആണെങ്കിൽ 8 വർഷം കിട്ടും. പിന്നെ അഡീഷണൽ പെർമിഷൻ ഓഫ് റിലാക്സേഷൻ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ഗ്രൂപ്പ് C പോസ്റ്റ് പറയുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് സിവിലിയൻ എംപ്ലോയീസ് ഹൂ ഹാവ് റെൻഡേർഡ് നോട്ട് ലെസ് ദാൻ 3 years ഓഫ് റെഗുലർ ആൻഡ് കണ്ടിന്യൂസ് സർവീസ് ആസ് ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഫോർ റെസീറ്റ് ഓഫ് അപ്ലിക്കേഷൻ അപ് ടു 40 years ഓഫ് ഏജ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിലെ സിവിലിയൻ ജോലിയിൽ പിന്നെ 3 വർഷത്തിൽ കുറയാത്ത റെഗുലർ സർവീസുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു 40 വയസ്സ് വരെയുള്ള സമയം ആ റിലാക്സേഷൻ പീരീഡായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ് സിവിലിയൻ എംപ്ലോയീസ് SC/ST ആണെങ്കിൽ അവർക്ക് 45 വർഷം വരെ അപേക്ഷിക്കാം. പിന്നെ വിഡോസ്, ഡിവോഴ്സ്ഡ് വിമൻ ജുഡീഷ്യലി സെപ്പറേറ്റഡ് ആൻഡ് ഹു ആർ നോട്ട് റീമാരീഡ്, അതായത് വിധവകൾ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്തിട്ട് മാരി ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ അപ് ടു 35 വയസ്സ് വരെ അവർക്ക് ഈ പദവികൾക്ക് ഈ തസ്തികകൾക്ക് അപേക്ഷിക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതേ കാറ്റഗറിയിൽപ്പെട്ട SC/STയിലുള്ള ആൾക്കാർക്ക് 40 വയസ്സ് വരെ ഒരു 5 വർഷം അവർക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു സംഗതി. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഇവിടെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലോസാണ്. ഡേറ്റ് ഓഫ് ബർത്ത് ഫിൽഡ് ബൈ ദ കാൻഡിഡേറ്റ് ഇൻ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ആൻഡ് the same recorded in the matriculation or secondary examination certificate will be accepted by the commission for determining the age and no subsequent request for change will be considered or granted. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കാൻഡിഡേറ്റ് ഫില്ല് ചെയ്യുന്ന ഓൺലൈൻ ഫോമിലുള്ള അതുപോലെ തന്നെ അതേ ഡേറ്റ് തന്നെ മെട്രിക്കുലേഷൻ അല്ലെങ്കിൽ സെക്കൻഡറി സ്കൂൾ സർട്ടിഫിക്കറ്റിലുള്ളത് അത് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അത് പരിഗണിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാനുള്ള ഒരു റിക്വസ്റ്റും പരിഗണിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ആ ഒരു ഏജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ജനറലി ഉള്ളതെല്ലാം നമ്മൾ പ്രത്യേകിച്ച് വേണ്ടതൊക്കെ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞു. ഇനി നിങ്ങൾക്കൊരു പ്രത്യേക കാറ്റഗറിയിലുള്ള ഒരാളാണ് എങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി എന്തെങ്കിലും വേണമെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ ഒന്നുകൂടി ആ സ്പെസിഫിക് ആയിട്ടുള്ള ആ ക്ലോസസ് ഒന്നുകൂടി വായിച്ച് നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ക്ലോസിനെ പറ്റി ഒരു വിശദീകരണം കൂടി ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് തന്നുകൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് സമയക്കുറവുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ഇതിലേക്ക് പോകാം. ഇതിലൊക്കെ എക്സ്പ്ലനേഷൻസ് ആണ്, ഇത് കൊടുത്തിരിക്കുന്ന ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. അതാത് ആൾക്കാർ അത് നോക്കുക. ഇനി നമുക്ക് പ്രധാനപ്പെട്ട ഇതുമായിട്ട് ബന്ധപ്പെട്ട് എക്സാമും മറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാനുണ്ട്. അതിലേക്കൊന്ന് പോകണം. ക്വാളിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണല്ലോ നമ്മൾ ഒരു പോസ്റ്റിന് അപേക്ഷിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗ്യത എന്ന് പറയുന്നതാണല്ലോ. എസെൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട, അത്യാവശ്യം വേണ്ട
വിദ്യാഭ്യാസ യോഗ്യത ആസ് ഓൺ 1/8/2024 ഈ ഡേറ്റിന് ആ യോഗ്യത ഉണ്ടായിരിക്കണം എന്നുള്ള സൂചനയാണ് നൽകുന്നത് കമ്മീഷൻ. ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, ആ പോസ്റ്റിന് വേണ്ടത് എന്താണെന്ന് നോക്കുക. ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട് വിത്ത് അറ്റ്ലീസ്റ്റ് 60% മാർക്സ് ഇൻ മാത്തമെറ്റിക്സ് അറ്റ് ദ 12th സ്റ്റാൻഡേർഡ് ലെവൽ. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനത്തിൽ നിന്നോ നേടിയിട്ടുള്ള ബിരുദം, പക്ഷേ 60% മാർക്ക് 12ാം ക്ലാസ് ലെവലിൽ മാത്തമെറ്റിക്സിൽ നേടിയിരിക്കണം. അതല്ലെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്റ്റ് വിത്ത് സ്റ്റാറ്റി ആസ് വൺ ഓഫ് ദ സബ്ജക്ട്സ് അറ്റ് ദ ഡിഗ്രി ലെവൽ. ഡിഗ്രി ലെവലിൽ സ്റ്റാറ്റി പഠിച്ചിരിക്കണം. ഡിഗ്രി ഏതായാലും കുഴപ്പമില്ല, ബാച്ചിലേഴ്സ് ഡിഗ്രി വേണം. അങ്ങനെയുള്ള കേസുകളിൽ 60% മാർക്ക് +2 വേണമെന്നില്ല. അതേസമയത്ത് നമുക്കൊരു ഡിഗ്രി ഉണ്ട്, ഏതെങ്കിലും ഒരു ഡിഗ്രി ആണുള്ളത്, സ്റ്റാറ്റി ഇല്ല, എന്നാലും +2 ലെവലിൽ മാത്തമെറ്റിക്സ് പഠിക്കുകയും 60% മാർക്ക് നേടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപേക്ഷിക്കാൻ പറ്റും. ഇനി സ്റ്റാറ്റിയിൽ തന്നെയുള്ള മറ്റൊരു പോസ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഇതിൽ വേണ്ട ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആസ് വൺ ഓഫ് ദ സബ്ജക്ട് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂട്ട്. ദ കാൻഡിഡേറ്റ് മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് സ്റ്റാറ്റി ആസ് സബ്ജക്ട് ഇൻ all 3 years or all 6 semesters. സോ ഡിഗ്രിയുടെ 6 സെമസ്റ്ററിലും അല്ലെങ്കിൽ 3 വർഷവും ഒരു പേപ്പർ സ്റ്റാറ്റി ആയിട്ട് പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ളൊരു ബാച്ചിലേഴ്സ് ഡിഗ്രി, ഏത് സബ്ജക്റ്റ് ആയാലും സ്റ്റാറ്റിസ്റ്റിക്സും ഒരു സബ്ജക്റ്റായി എല്ലാ സെമസ്റ്ററിലും പഠിച്ചിട്ടുള്ള ഒരു ബിരുദം ഉണ്ടെങ്കിൽ അപേക്ഷിക്കാവുന്ന ഒരു പോസ്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ ഗ്രേഡ് 2. ഇനി റിസർച്ച് അസിസ്റ്റൻറ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയാണ്. ഡിസൈറബിൾ ഉണ്ടെങ്കിൽ നല്ലത്, ആ യോഗ്യത കൂടെ ഉണ്ടെങ്കിൽ ഡിസൈർ ചെയ്യപ്പെടുന്ന യോഗ്യത ഉണ്ടായിരിക്കണമെന്ന് താല്പര്യമുള്ള യോഗ്യത. മിനിമം 1 year റിസർച്ച് എക്സ്പീരിയൻസ് ഇൻ എനി റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ റെക്കഗ്നൈസ്ഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗവേഷണ സ്ഥാപനത്തിലോ 1 വർഷമെങ്കിലും റിസർച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുന്നത് ഒരു ഡിസൈറബിൾ ക്വാളിഫിക്കേഷൻ ആയിരിക്കും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രി ഇൻ ലോ ഓർ ഹ്യൂമൻ റൈറ്റ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഇതെല്ലാം ഡിസൈറബിൾ ആണ്. അതിൻ്റെ അർത്ഥം ഡിഗ്രി മാത്രമുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റില്ല എന്നല്ല, ഇതുകൂടി ഉള്ളവർക്ക് അതിന് ഇതുള്ളവർക്ക് കുറച്ചുകൂടി ഒരു പരിഗണന കിട്ടുമെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ബാക്കി എല്ലാ പോസ്റ്റുകൾക്കും, ബാക്കി നമ്മൾ നേരത്തെ കണ്ട എല്ലാ ലെവലുള്ള പോസ്റ്റുകൾക്കും വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി ഓർ ഇക്വലൻ്റ് ആണ്. പിന്നെ വിജയിച്ച് ക്വാളിഫൈഡ് ആണോ എന്ന് സാധാരണ സംശയം വരുന്നത് ഏത് സമയത്താണ് ഡിഗ്രി വേണ്ടത്, അപേക്ഷിക്കാൻ വേണമെന്നൊക്കെയുള്ള സംശയം ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് ഡയറക്റ്റ് ആൻസർ SSC പറയുന്നു, ദ കാൻഡിഡേറ്റ് ഹു ഹാവ് അപ്പിയർഡ് ഇൻ ദെയർ ഫൈനൽ ഇയർ of their graduation can also apply. However, they must possess essential qualification on or before the cut-off date. അതായത് 1/8/2024 ഡിഗ്രി ഉണ്ടായിരിക്കണം. ആ കട്ട് ഓഫ് ഡേറ്റിൽ ആ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഏത് ക്വാളിഫിക്കേഷൻ്റെ ബേസിലാണോ നമ്മൾ അപേക്ഷിക്കുന്നത് ആ ക്വാളിഫിക്കേഷൻ ഈ ഡേറ്റിൽ, ആ ഡേറ്റ് നിങ്ങളൊന്ന് ശരിക്കും ഓർത്തിരിക്കുക. 1 ഓഗസ്റ്റ് 2024 ഈ ഡേറ്റിന് നിങ്ങൾക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, എന്നാലേ അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. പിന്നെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിഫിക്കേഷൻ പറ്റുമെന്നൊക്കെയുള്ള ഇതുണ്ട്. സാധാരണ റെഗുലർ യൂണിവേഴ്സിറ്റികളിൽ നല്ല നിങ്ങളുടെ ഡിഗ്രിയൊക്കെ വരുന്നതെങ്കിൽ ഈ ക്ലോസ് എക്സെപ്ഷൻസൊക്കെ കൊടുത്ത് ഗവൺമെൻറ് അംഗീകരിച്ചിരിക്കുന്ന, ഗവൺമെൻറ്റിൻ്റെ നിയമത്തിലൂടെയും ഉത്തരവുകളിലൂടെ അംഗീകരിച്ചിരിക്കുന്ന എല്ലാ ഡിഗ്രികളും ഇവർ അംഗീകരിക്കുന്നുണ്ടെന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ തന്നെ. ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ള സംഗതികളാണ്. അപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരുവിധ എല്ലാ ആപ്ലിക്കേഷനും ഓൺലൈനാണ്. ആപ്ലിക്കേഷൻ മസ്റ്റ് ബി സബ്മിറ്റഡ് only in online mode at the new website of SSC headquarters, that is ഈ ഒരു സൈറ്റ്, ഇതിൽ തന്നെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻസ് പ്ലീസ് റെഫർ ടു Annexure 3 and Annexure 4. Sample proforma one-time registration and online application form are attached at Annexure 3A and Annexure 4A respectively. അപ്പോൾ ഇത് നോക്കുക, നിങ്ങളെല്ലാവരും ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് മോഡൽ ടെംപ്ലേറ്റുകൾ വരെ SSC പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ ഈ നോട്ടിഫിക്കേഷൻ്റെ Annexure 3, Annexure 4ഉം അതുപോലെ തന്നെ Annexure 3A, 4A തുടങ്ങിയ അനക്സറുകളുടെ സബ് അനക്സേഴ്സും നിർബന്ധമായും കണ്ടിരിക്കണം. ഡീറ്റെയിൽഡായിട്ട് നോക്കിയിരിക്കണം. സംശയങ്ങൾ വെക്കരുത്, തെറ്റ് വരുത്തരുത്. എഡിറ്റ് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ടെന്ന് വിചാരിച്ചാൽ അത് തെറ്റ് വരുത്താനുള്ള സ്വാതന്ത്ര്യമല്ല. ഒരുപാട് തെറ്റുകൾ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ എഡിറ്റ് ചെയ്ത് തീർക്കാൻ വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തെറ്റ് വരുത്തില്ല എന്നുള്ളത് ഇവിടെയും നിങ്ങൾ ഉറപ്പുവരുത്തുക. നമ്മൾ നേരത്തെ പറഞ്ഞു, ഡയറക്ഷനിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്, ഒരു ഫിലോസഫിയാണ് സീറോ എറർ എന്ന് പറയുന്നത്. ഈ സീറോ എറർ എന്ന് പറയുന്നത് നമ്മുടെ തുടക്കത്തിലെ
നമ്മളെ മനസ്സിലേക്ക് ഏറ്റെടുക്കേണ്ട ഒരു ഫ്രെയിം വർക്കാണ്, ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ്. തെറ്റ് വരുത്താതെ മുന്നോട്ട് പോവുക. അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റ് വരുത്തരുത്, പ്രിപ്പയർ ചെയ്യുമ്പോൾ പാടില്ല, പരീക്ഷ എഴുതുമ്പോൾ ഒട്ടും പാടില്ല. ഈ കാര്യം SSC നോട്ടിഫിക്കേഷനിലുടനീളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. പരീക്ഷയെ പറ്റിയൊക്കെ നോക്കുമ്പോൾ നമുക്കത് കൂടുതൽ വ്യക്തമാവും. പിന്നെ ഇതിൽ ഫോട്ടോ ഒക്കെ ആ സമയത്ത് തന്നെ എടുക്കാം. നേരത്തെ ഫോട്ടോ എല്ലാം റെഡിയാക്കി വെക്കണം എന്നൊന്നും പറയുന്നില്ല. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഇതിലൊരു പ്രത്യേക മോഡ്യൂളുണ്ട്. നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ പിന്നെ ആപ്ലിക്കേഷൻ മോഡ്യൂൾ ഹാസ് ബീൻ ഡിസൈൻ ടു ക്യാപ്ചർ എ ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ് ഫില്ലിംഗ് അപ്പ് ദ ആപ്ലിക്കേഷൻ ഫോം. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ തന്നെ വേണമെങ്കിൽ ഫോട്ടോ അവിടെ എടുക്കാൻ പറ്റുന്ന സംവിധാനമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഇതിലാണോ ചെയ്യുന്നത് അവിടെ ഒരു ക്യാമറ ഇൻ്റർഫേസ് നിർബന്ധമായിട്ടും വേണ്ടി വരും. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അതും ഫോട്ടോ എടുക്കണമെങ്കിലൊക്കെ തന്നെ ഫൈൻഡ് എ പ്ലേസ് വിത്ത് ഗുഡ് ലൈറ്റ് ആൻഡ് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് എന്നൊക്കെ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഇഫ് യു ആർ നോട്ട് യൂസിങ് ഓൾറെഡി മെയ്ഡ് ഫോട്ടോഗ്രാഫ്, ഇതെല്ലാം നോക്കിയിട്ട് ആ ഫോട്ടോ എടുക്കാനും ആ സമയത്ത് തന്നെ ക്യാപ്ചർ ചെയ്യാനും പറ്റുന്ന രീതിയിലുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തുക. അല്ലെങ്കിൽ നിങ്ങൾക്കറിയാലോ, മുമ്പൊക്കെ ആധാർ കാർഡിലൊക്കെ നമ്മൾ ഫോട്ടോ എടുത്താൽ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകാം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ അത് റിജക്റ്റഡ് ആവാനൊക്കെ സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചോളണം. അപ്പോൾ ഫോട്ടോ എങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ കുറേ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ എടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ അത് പ്രത്യേകമായി വായിച്ചിട്ട് അത് ഫോളോ ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ഫോട്ടോ മുൻകൂട്ടി എടുത്ത് വെക്കണമെന്ന് നിർബന്ധമില്ല, നേരിട്ട് എടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പ്രത്യേകിച്ച് ഇവിടെ SSC പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ്, ഫോട്ടോയിൽ പ്രത്യേകം പറയുന്നുണ്ട്, കാൻഡിഡേറ്റ് ഷുഡ് എൻഷുർ ദാറ്റ് ദ ഫോട്ടോഗ്രാഫ് ക്യാപ്ചേർഡ് ഈസ് ക്ലിയർ വിത്തൗട്ട് ക്യാപ്പ് ഓർ സ്പെക്ടക്കിൾസ് ആൻഡ് വിത്ത് എ ഫുൾ ഫ്രണ്ടൽ വ്യൂ. സൈഡിൽ നിന്നുള്ള വ്യൂ അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ പോസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള സീരിയസ് അല്ലാത്ത ഒന്നും കൊടുക്കരുത്. ഫ്രണ്ടൽ വ്യൂ, മുന്നിൽ നിന്നുള്ള വ്യൂ തന്നെ വേണമെന്ന് പറയുന്നുണ്ട്. തൊപ്പിയിടുക അല്ലെങ്കിൽ കണ്ണട വെക്കൊന്നും വേണ്ട. അപ്ലിക്കേഷൻസ് വിത്ത് ഫോട്ടോഗ്രാഫ്സ് നോട്ട് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇൻസ്ട്രക്ഷൻസ് ആർ ലയബിൾ ടു ബി റിജക്റ്റഡ്. ഫോട്ടോ മാറ്റിത്തരാൻ ആവശ്യപ്പെടുകയല്ല ചെയ്യുക, അപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഇൻ നോ കേസ് should the candidate capture the photograph of his or her pre-existing photograph. കയ്യിൽ നല്ലൊരു ഫോട്ടോഗ്രാഫ് ഉണ്ട്, അതിൻ്റെ ഫോട്ടോ എടുത്ത് കളയാമെന്ന് കരുതരുത്. പ്രത്യേകം വാർണിംഗ് ആണ്, ചെയ്യരുത്. ഇതൊരു പ്രൊഹിബിറ്റീവ് ക്ലോസ് ആണ്, ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ചെയ്യരുത്. all such application where photographs of his or her pre-existing photograph is captured will be rejected. ശ്രദ്ധിച്ചോളണം. ചെറിയൊരു അബദ്ധം അപേക്ഷ നിരസിക്കപ്പെട്ടു പോകാം. പ്രത്യേകം ശ്രദ്ധിച്ചോളണം, ഇത് ശ്രദ്ധിക്കുക. Before submitting the application form, candidate must ensure that the photograph is uploaded as per the given instructions. Photograph is uploaded as per the instruction എന്ന് ഉറപ്പ് വരുത്തണം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ്. If the photograph is not uploaded by the candidate in the desired format, his application or candidature will be rejected or cancelled. നിങ്ങളുടെ ഫോട്ടോ ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെടും. Candidates are required to upload the scanned signature in JPEG or JPG format 10 to 20 KB. Image dimension of the signature should be about 6 cm width and 2 cm height. Application with inappropriate photographs or blurred miniature signatures not meeting the above requirements will be rejected summarily. അതായത് ഒരു ചോദ്യവും ഉത്തരവൊന്നുമില്ല, ഈ പറഞ്ഞ കണ്ടീഷനിലുള്ളതല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ റിജക്റ്റ് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ സാധാരണ രീതിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതെങ്കിലുമൊക്കെ കഫേയുടെയൊക്കെ സഹായം തേടാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ കഫേയുടെ സഹായം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ തേടണമെന്നില്ല. പക്ഷേ ഈ ഒരു ഫോട്ടോഗ്രാഫും അതുപോലെ തന്നെ സിഗ്നേച്ചറൊക്കെ കറക്റ്റ് സൈസിൽ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വിദഗ്ധൻ്റെയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൻ്റെയോ ഒരു ഹെൽപ്പ് നിങ്ങൾ നേടുന്നതിൽ കുഴപ്പമില്ല. എന്നിട്ട് നിങ്ങളുടെ എന്തെങ്കിലും ഒരു USB ഡിവൈസിലോ മറ്റോ ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് അപേക്ഷിച്ചാൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. സീറോവർ ആക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങളൊരു കാരണവശാലും നിങ്ങൾ ഈ അപേക്ഷിക്കാൻ വേണ്ടി വേറെയുള്ള ആൾക്കാരെ ഏൽപ്പിച്ച് നിങ്ങളതിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകരുത്. പലപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ പേരിൽ വരുന്നു, പിതാവിൻ്റെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് മാറിപ്പോകുന്നു. ഇങ്ങനത്തെ കേസുകളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നമ്മൾ അപേക്ഷിക്കാൻ ഏതെങ്കിലും ഒരു തേർഡ് പാർട്ടിയെ ഏൽപ്പിക്കുകയും അവർ അവരുടെ സമയത്തിന് അനുസരിച്ച് അപേക്ഷിക്കുകയും ചെയ്യുമ്പോഴാണ്. അത് അവർ സിൻസിയർ അല്ലാത്തതുകൊണ്ടല്ല, കാരണം അവർക്ക് ഈ അക്യുറേറ്റ് ആയിട്ടുള്ള സംഗതികൾ ഇത് തെറ്റാണ് എന്നുള്ളത് അറിയാതെയാണ് അവരെല്ലാം ചെയ്തിട്ടുണ്ടാവുക. പിന്നീട് അത് കറക്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആപ്ലിക്കേഷനൊക്കെ റിജക്റ്റഡ് ആയി പോകാം, നമ്മൾ അൺനോട്ടീസ്ഡ് ആയി പോവുകയും ചെയ്യാം. പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ അതിൽ മിസ്റ്റേക്ക് ഉള്ളത് മനസ്സിലാവും. അങ്ങനെ കുറേ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് മൈ സജഷൻ ഈസ് നിങ്ങൾക്ക് വേണ്ട ഇലക്ട്രോണിക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വിദഗ്ധന്മാർ ചെയ്യേണ്ട ചില കേസുകളുണ്ട്. അത് അവരെ കൊണ്ട് ചെയ്യിക്കുക. ഫോട്ടോഗ്രാഫ് ക്രോപ്പ് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നത്, അതുപോലെ സിഗ്നേച്ചറൊക്കെ ശരിയായ ഫോമിലും ഇവർ പറയുന്ന സ്പെക്കിലും ഒക്കെ റെഡിയാക്കി വെക്കുന്നതൊക്കെ, പിന്നെ അത് അപ്ലോഡ് ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ വളരെ പ്രധാനപ്പെട്ട നേരത്തെ പറഞ്ഞ ഡേറ്റ് ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് ഡേറ്റ്
24/7/2024 11 മണി 2300 hours എന്നാണ് കാണിച്ചിരിക്കുന്നത്. Candidates are advised in their own interest to submit online application much before the closing date. അവസാന തീയതിക്ക് കാത്തു നിൽക്കരുത്. നേരത്തെ മച്ച് ബിഫോർ എന്ന് തന്നെ പറയുന്നത് വേണ്ടത്ര നേരത്തെ, എത്ര നേരത്തെ സാധിക്കുമോ അത്രയും നേരത്തെ അപ്ലൈ ചെയ്യണം. ആൻഡ് നോട്ട് ടു വെയിറ്റ് ടിൽ ദ ലാസ്റ്റ് ഡേ ടു അവോയ്ഡ് ദ പോസിബിലിറ്റി ഓഫ് ഡിസ്കണക്ഷൻ, ഇനാബിലിറ്റി or failure to log in the SSC website on account of heavy load on the website during the closing days. സാധാരണ സംഭവിക്കുന്നതാണ്. അവസാന നിമിഷത്തിൽ ഇപ്പോൾ അപേക്ഷിച്ചില്ലെങ്കിൽ ജീവിതം നഷ്ടപ്പെടുന്നുള്ള രീതിയിൽ ജനക്കൂട്ടം മുഴുവൻ ഒന്നിച്ച് സൈറ്റിലേക്ക് കയറി സൈറ്റെല്ലാം ജാമായി പോകാനുള്ള സാധ്യതയുണ്ട്. അത് SSCക്കും അറിയാം. അതുകൊണ്ട് ആദ്യമേ പറയുകയാണ്, ഈ നോട്ടിഫിക്കേഷൻ വായിക്കുന്ന അല്ലെങ്കിൽ യുവതി നിങ്ങൾ എന്ത് ചെയ്യുക, അവസാന നിമിഷത്തേക്ക് കാത്തിരിക്കരുത്. ഇപ്പം തന്നെ അപേക്ഷിക്കാൻ പറ്റും, ഇപ്പോൾ അപേക്ഷിക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. കമ്മീഷൻ വിൽ നോട്ട് ബി റെസ്പോൺസിബിൾ ഫോർ ദ candidates not being able to submit their applications within the last date on account of the aforesaid reasons or for any other reason beyond the control of the commission. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിപ്പം ലാസ്റ്റ് ഡേറ്റിൽ ഇൻ്റർനെറ്റ് പ്രശ്നങ്ങൾ കൊണ്ട് 10,000 അപേക്ഷിക്കാൻ പറ്റിയില്ല, SSC പരീക്ഷയുടെ അവസരം നഷ്ടപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് കുറേ ന്യൂസൊക്കെ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലൊരു വൈബ് ഉണ്ടാക്കിയാൽ SSC അത് മാറ്റില്ല എന്നൊക്കെയുള്ള SSC ഒന്നും ചെയ്യില്ല എന്നുള്ളത് ആദ്യമേ പറയുകയാണ്. ഈവൻ കോടതിയിൽ പോയാൽ പോലും നമുക്കൊരു റിലാക്സേഷൻ കിട്ടുമെന്ന് വരില്ല. കോടതി പോലും നമ്മളോട് ചോദിക്കാൻ നിങ്ങൾക്ക് നേരത്തെ ചെയ്തുകൂടായിരുന്നോ, SSC നേരത്തെ പറഞ്ഞിട്ടില്ലായിരുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം ഉണ്ടാവില്ല. സോ ബി വെരി കെയർഫുൾ ദർ. അതിൽ സംശയങ്ങൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതിരിക്കുക. പിന്നെ തിരക്കിട്ട് സബ്മിറ്റ് ചെയ്ത് മിസ്റ്റേക്ക് ഒന്നും വരുത്തരുത്, അതും പറയുന്നുണ്ട്. ബിഫോർ സബ്മിഷൻ ഓഫ് ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ചെക്ക് ത്രൂ പ്രിവ്യൂ print option that they have filled correct details in each field of the form. അതായത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടോ അല്ലാതെയോ ഓൺലൈൻ ആപ്ലിക്കേഷനിൽ ശരിയായ വിവരങ്ങളാണ് കൊടുത്തിട്ടുള്ളതെന്ന് ഉറപ്പ് വരുത്തേണ്ടതാണ്. അതിൽ they should also check that photograph and signature are meeting all the above requirements. എത്ര തവണ SSC റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് നോട്ടിഫിക്കേഷൻ നോക്കുക. അത്രയും സീരിയസ് ആയിട്ടാണ് SSC ഇത് എടുക്കുന്നത്. ഇതിൽ മാറ്റം വന്നാൽ ഞങ്ങൾ എടുക്കില്ല, റിജക്റ്റ് ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത്. കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു കീപ്പ് എ കോപ്പി ഓഫ് ദ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കോപ്പി സൂക്ഷിക്കാം, ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ഒരു ഫോൾഡറിൽ സൂക്ഷിക്കാം, പ്രിൻ്റ് ഔട്ട് എടുത്ത് ഫയലിൽ സൂക്ഷിക്കാം. ഇനി ഒരു PDF ഫോമാറ്റിലുള്ള ഒരു കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ മെയിലിൽ അറ്റാച്ച് ചെയ്ത് സൂക്ഷിക്കാവുന്നതുമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് ബന്ധപ്പെട്ടാണ് 100 രൂപയാണ് ഫീസ്. വളരെ മിതമായ ഫീസ് മാത്രമേ ഉള്ളൂ. 100 രൂപ കൊടുത്ത് അപേക്ഷിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ജോലി നിങ്ങൾക്കറിയാലോ, പേ ലെവൽ 7 എന്നൊക്കെ പറഞ്ഞാൽ നല്ല സാലറി കിട്ടുന്ന പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ എത്രയേ വരുന്നുള്ളൂ. അത് മാത്രമല്ല, ഇത് സാധാരണ ജനറൽ കാൻഡിഡേറ്റ് പുരുഷന്മാരും മതി. വനിതകൾക്കും candidates belonging to scheduled caste, scheduled tribes, persons with benchmark disabilities, ex-servicemen are eligible for reservation are exempted from payment of fees. റിസർവേഷൻ ആനുകൂല്യമുള്ള വിഭാഗങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതുമില്ല. അതായത് ഫീസ് പോലും അടയ്ക്കാതെ നമുക്ക് അപേക്ഷിക്കാൻ പറ്റും. അപേക്ഷ പക്ഷേ തെറ്റിച്ചാൽ റിജക്റ്റ് ചെയ്യും. ഇതാണ് SSC പറഞ്ഞിട്ടുള്ളത്, ശ്രദ്ധിച്ചോളുക. ഫീസ് ആകെ 100 രൂപയേ ഉള്ളൂ. അപ്പോൾ ഫീസ് ഇല്ലാത്തതുകൊണ്ട്, കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അപേക്ഷിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലൊന്നും സാധാരണ SSC പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാതിരിക്കേണ്ട അവസ്ഥ വരുന്നില്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളുക. ഫീ ക്യാൻ ബി പെയ്ഡ് ഓൺലൈൻ ത്രൂ ഭീം, UPI, നെറ്റ് ബാങ്കിങ് ഓർ ബൈ യൂസിങ് വിസ, മാസ്റ്റർ കാർഡ്, മാസ്ട്രോ ഓർ പേ ഡെബിറ്റ് കാർഡ്സ്. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഓൺലൈനിൽ എങ്ങനെ ഫീസ് അടയ്ക്കാം എന്നുള്ളത് ഇപ്പം നമുക്കാരും പറഞ്ഞു തരേണ്ടതില്ല. നമ്മളതിൽ എക്സ്പേർട്ട് ആയി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പിന്നെ ഓൺലൈൻ ഫീ ക്യാൻ ബി പെയ്ഡ് ബൈ കാൻഡിഡേറ്റ് അപ് ടു 25th വരെ. 24th ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിലും 25 വരെ നമുക്ക് ഫീസ് അടയ്ക്കാനുള്ള സമയമുണ്ടെന്ന് പറയുന്നു. പക്ഷേ അത് നിൽക്കരുത്, ചെറിയൊരു ഫീസാണ്. 100 രൂപ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ തുകയാണെന്നല്ല പറഞ്ഞത്. ഒരു ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പല കാര്യങ്ങൾക്കും ചിലവ് ചെയ്യുന്നതിനിടയിൽ വലിയൊരു ചിലവല്ല ഈ ആപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത്. മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നേരത്തെ തന്നെ ഇതെല്ലാം ചെയ്ത് അപേക്ഷിക്കുക. പിന്നെ ഫീസ് ആനുകൂല്യമില്ലാത്ത, അതായത് ഫീസ് എക്സംപ്റ്റഡ് അല്ലാത്ത ആൾക്കാർ ഫീസ് SSCക്ക് കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തണമെന്ന് പറയുന്നുണ്ട്. ഇഫ് ദ ഫീ ഈസ് നോട്ട് റിസീവ്ഡ് ബൈ SSC, സ്റ്റാറ്റസ് ഓഫ് ദ ആപ്ലിക്കേഷൻ ഫോം ഈസ് ഷോൺ ആസ് ഇൻകംപ്ലീറ്റ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോമിൽ ഇൻകംപ്ലീറ്റ് എന്ന് കാണുകയാണെങ്കിൽ ഉടനെ നോക്കേണ്ടത് ഫീസ് അവിടെ എത്തിയിട്ടുണ്ടോ എന്നാണ്. നമ്മൾ അടച്ച ഫീസ് SSCയുടെ അക്കൗണ്ടിലേക്ക് കയറിയിട്ടുണ്ടോ എന്ന് നോക്കണം. ഇൻകംപ്ലീറ്റ് എന്ന് കാണുന്നുണ്ട്, അതിൻ്റെ അർത്ഥം ഫീസ് എത്തിയിട്ടില്ല എന്നായിരിക്കും. And this information is printed on the top of the printout online application form. അപ്പോൾ നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കിയാൽ അതിൻ്റെ ഏറ്റവും മുകളിൽ ഇൻകംപ്ലീറ്റ് എന്ന് കാണാം. അതിൻ്റെ അർത്ഥം ഫീസ് എത്തിയിട്ടില്ല എന്ന് തന്നെ ആയിരിക്കും ഒന്ന് നോക്കുക.
Further, status of fee payment can be verified at the payment status link provided in the candidate's login screen. Login screen തന്നെ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് നോക്കിയാൽ നിങ്ങളുടെ ഫീസ് എത്തിയിട്ടുണ്ടോ എന്ന് കാണാം. Such applications which remain incomplete due to non-receipt of fee will be summarily rejected. ഈ 100 രൂപ നിങ്ങൾ അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അപേക്ഷ നിരസിക്കും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ SSC പറയാത്തതൊന്നും ചെയ്യില്ല. SSC പറഞ്ഞത് ചെയ്യാതെ ഇരിക്കില്ല. ആ കാര്യം പ്രത്യേകിച്ച് ഓർത്തോളണം. അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫീസ് അടച്ചത് തിരിച്ചു കിട്ടില്ല. അതെല്ലാ പരീക്ഷയ്ക്കും അങ്ങനെയുള്ളൊരു ക്ലോസ് ഉണ്ടാവാറുണ്ട്. വിൻഡോ ഓഫ് അപ്ലിക്കേഷൻ ഫോം കറക്ഷന് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 10-ാം തീയതി മുതൽ 11-ാം തീയതി വരെ കറക്ഷന് വേണ്ടിയിട്ട് വിൻഡോ ഓപ്പൺ ആയിരിക്കും. ആ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ കറക്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷനിൽ മാറ്റങ്ങൾ വരുത്താൻ ഈ സമയത്ത് നടക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ തെറ്റ് വരുത്താതെ 0 എററിൽ തന്നെ അപ്ലൈ ചെയ്താൽ ഇത് പ്രശ്നമില്ല. എന്നാലും നിങ്ങൾ പ്രിൻ്റ് ഔട്ട് എടുത്ത് നോക്കുമ്പോൾ അതിൽ ഇത് തെറ്റിപ്പോയിരിക്കുന്നു, ഈ സ്പെല്ലിംഗ് കറക്ഷനുണ്ട്, ഈ ക്വാളിഫിക്കേഷൻ്റെ കാര്യത്തിൽ കറക്ഷനുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ആദ്യമേ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് വിൻഡോ കറക്ഷൻ ഓപ്പൺ ആകുമ്പോൾ ഉടനെ തന്നെ അത് കറക്റ്റ് ചെയ്യുന്നുണ്ട്, ഫൈനൽ സബ്മിഷൻ നടത്തുന്നുണ്ട് ഉറപ്പ് വരുത്തുക. After closing date for receipt of online application, the Commission will provide a period of 2 days to enable candidates to correct, modify online application parameters, wherein candidates will be allowed to resubmit application after making request. ഇതാണ് നമ്മൾ പറഞ്ഞ എന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ. Allowed to resubmit application after making the requisite corrections or changes in the online one-time registration online application data as per their requirement. A candidate will be allowed to correct resubmit his modified corrected application 2 times during the window for application. 2 തവണ അത് സബ്മിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടും. If he has made mistake in his updated application also, he will be allowed to resubmit one more modified or corrected application after making requisite corrections modifications. No more corrections in the application form will be allowed under any circumstances. 2 തവണ കറക്റ്റ് ചെയ്യാൻ അവസരം തന്നു വീണ്ടും തെറ്റിച്ചാൽ ഒരു രക്ഷയില്ല എന്ന് പറയുന്നു. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഇതിൽ അപ്ലിക്കേഷനൊക്കെ ശരിക്കും സബ്മിറ്റ് ചെയ്തു, ഫീസൊക്കെ അടച്ച് സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ കറക്റ്റ് ചെയ്യാനുള്ള അവസരം കിട്ടൂ. അപ്ലിക്കേഷൻ ഇൻകംപ്ലീറ്റ് ആവുക, ഫീസ് അടയ്ക്കാതിരിക്കുക, അല്ലെങ്കിൽ ഫോട്ടോ അങ്ങനത്തെ ഒന്നും കൊടുക്കാതിരിക്കുക, സബ്മിഷൻ ഇല്ലാതിരിക്കുക, അങ്ങനെ വന്നിരിക്കുന്ന കാൻഡിഡേറ്റ്സിന് സബ്മിഷൻ ഇല്ലെങ്കിൽ, സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ആപ്ലിക്കേഷൻ കറക്റ്റ് ചെയ്യാനും പറ്റില്ല എന്ന് പറയുന്നത്. അതുപോലെ Commission will levy a uniform correction charge of ₹200 for making corrections and resubmitting modified corrected application for the first time, and ₹500 for making corrections or resubmitting modified corrected application for the second time. The correction charges will be applicable to all candidates irrespective of their category. ഇത് വളരെ, അതായത് സാധാരണഗതിയിൽ നിരുത്സാഹപ്പെടുത്താനുള്ള ക്ലോസുകളാണ് എന്ന് പറയാവുന്ന ചില കാര്യങ്ങളായത്. അതായത് അപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടി മൊത്തം അപ്ലിക്കേഷൻ ഫീസ് പോലും വരുന്നത് 100 രൂപയാണ്. 100 rupees കൊണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷേ തെറ്റ് വരുത്തിയിട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യത്തെ കറക്ഷൻ 2 തവണയെ സാധിക്കൂ. ആദ്യത്തെ കറക്ഷന് 200 രൂപ കൊടുക്കണം. ഇനി അതിലും തെറ്റ് വരുത്തി രണ്ടാമത് കറക്റ്റ് ചെയ്യണമെങ്കിൽ 500 രൂപ കൊടുക്കണം. ഇനി ഈ കാര്യത്തിൽ ഒരു തരത്തിലുള്ള റിലാക്സേഷനും ഇല്ല. അത് നേരത്തെ ഫീസ് ആനുകൂല്യമുള്ളവർക്കും ഇല്ല. SC ST പേഴ്സൺസ് വിത്ത് ബെഞ്ച്മാർക്ക് ഡിസേബിലിറ്റി ഇങ്ങനെയുള്ള ഒരു ടീമിനും ഇതിൽ എക്സംഷൻ ഇല്ല. തെറ്റ് വരുത്തിയാൽ നിങ്ങളതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. ഞങ്ങൾ 2 തവണ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ അവസരം തരാം, അത് കഴിഞ്ഞാൽ തരില്ല എന്നുള്ളതാണ് SSCയുടെ നിലപാട്. ഇതും നേരത്തെ കറക്ഷൻ ചാർജ് അടയ്ക്കുന്ന ഫീസ് അടയ്ക്കും പോലെ തന്നെ UPI നെറ്റ് ബാങ്കിങ് അങ്ങനെയുള്ള രീതിയിൽ മാത്രമേ അടയ്ക്കാൻ പറ്റുള്ളൂ. ഈ കറക്ഷൻ ചാർജും ഒരിക്കൽ അടച്ചു കഴിഞ്ഞാൽ തിരിച്ച് കിട്ടില്ല. തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കറക്ഷനൊക്കെ വരുത്തി കറക്ഷൻ്റെ ഫീസ് കിട്ടിയില്ല എന്ന് വിചാരിക്കുക, അത് സ്വീകരിക്കില്ല. സബ്ജക്ട് ടു ദ റിസീറ്റ് ഓഫ് അപ്ലിക്കബിൾ കറക്ഷൻ ചാർജസ്, ദ ലേറ്റസ്റ്റ് മോഡിഫൈഡ് ഓർ കറക്റ്റഡ് ആപ്ലിക്കേഷൻ വിൽ ബി ട്രീറ്റഡ് ആസ് ദ വാലിഡ് വൺ ആൻഡ് ദ പ്രീവിയസ് ആപ്ലിക്കേഷൻ ഓർ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ബൈ ദ കാൻഡിഡേറ്റ് വിൽ ബി ക്യാൻസൽ. അതായത് നമ്മൾ ഫീസൊക്കെ അടച്ച് കറക്ഷൻ ആയിട്ടൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടിയിരിക്കുന്ന കറക്റ്റഡ് ആപ്ലിക്കേഷൻ്റെ അതിൻ്റെ ഫീസും കറക്ഷനുള്ള ചാർജ് കൂടി നമ്മൾ അടച്ചിട്ടുണ്ടെങ്കിൽ ആ അപേക്ഷയാണ് നേരത്തെ കൊടുത്തിരിക്കുന്ന അപേക്ഷയ്ക്ക് പകരമായി പരിഗണിക്കുക എന്ന് പറയുന്നുണ്ട്. ഓക്കെ, കറക്ഷൻ ചാർജ് SSCയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് എന്ന് കാണിക്കുന്നു, അത് റിജക്റ്റ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ ആ കറക്ഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ള ക്ലോസ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ കറക്ഷൻ ഫോമിൻ്റെ സബ്മിഷൻ, കറക്റ്റ് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫീൽഡ് നോക്കിയിട്ട് എല്ലായിടത്തും എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഫില്ല് ചെയ്യേണ്ടത്, അതൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഉറപ്പ് വരുത്തണം. ആഫ്റ്റർ എക്സ്പയറി ഓഫ് വിൻഡോ ഫോർ ആപ്ലിക്കേഷൻ ഫോം കറക്ഷൻ, നോ ചേഞ്ച് ഓഫ് കറക്ഷൻ മോഡിഫിക്കേഷൻ വിൽ ബി അലൗഡ് അണ്ടർ എനി സർക്കംസ്റ്റാൻസസ്. റിക്വസ്റ്റ് റിസീവ്ഡ് ഇൻ ദിസ് റിഗാർഡ് ഇൻ എനി ഫോം ലൈക്ക് പോസ്റ്റ്, ഫാക്സ്, ഇമെയിൽ, ബൈ ഹാൻഡ് എക്സെട്ര ഷാൽ നോട്ട് ബി എൻ്റർടൈൻഡ് ബൈ ദ കമ്മീഷൻ ആൻഡ് വിൽ ബി സമ്മർലി റിജക്റ്റഡ്. അതായത് ഈ കറക്ഷൻ സമയം തന്നു, ആ സമയമൊന്നും ഇതൊന്നും ചെയ്യാതെ
അല്ലെങ്കിൽ ചെയ്യുന്നതിൽ വീണ്ടും കറക്ഷൻ തെറ്റൊക്കെ വരുത്തി വീണ്ടും ഒരു അപേക്ഷയുമായിട്ട് SSCയിൽ പോയിട്ട് കാര്യമില്ല. അത് ഏത് ഫോമിലായാലും, നിവേദനമായിട്ട് പോയിട്ട് കാര്യമില്ല, കംപ്ലയിൻസ് ആയിട്ട് പോയിട്ട് കാര്യമില്ല, ഫാക്സ് ചെയ്തിട്ട് കാര്യമില്ല എന്നൊക്കെ വ്യക്തമായി പറയുന്നുണ്ട്. ഇനി എക്സാം സെൻറ്ററിനെ പറ്റി പറയുന്നു. നമ്മൾ ഒരുപാട് സെൻറ്റേഴ്സിനെ പറ്റി നമ്മൾ നോക്കേണ്ടതില്ല. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട സെൻറ്റേഴ്സ് വരുന്നത് കേരള കർണാടക റീജിയനിലാണ് വരുന്നത്. അതിൽ ഏതൊക്കെയാണ് വരുന്നത് നോക്കാം. കർണാടക കേരള റീജിയനിൽ ബെലാഗവി, ബാംഗ്ലൂരു, ഹുബ്ലി, കാലബുരാഗി, അതായത് ഗുൽബർഗയ്ക്കുള്ള പേരാണ്, മംഗളൂരു, മൈസൂരു, ശിവമോഗ, ഉടുപ്പി. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഈ കേരളത്തിലെ സെൻറ്ററുകളാണ്. എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, തൃശ്ശൂർ, തിരുവനന്തപുരം. ഇത്രയും സെൻറ്റേഴ്സ് ഇതിൽ വരുന്നുണ്ട്. ഇതെല്ലാം KKR റീജിയൻ, കർണാടക കേരള റീജിയനിൽ വരുന്നതാണ്. അതിൻ്റെ അഡ്രസ്സൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. റീജിയണൽ ഡയറക്ടർ KKR, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ, ഫസ്റ്റ് ഫ്ലോർ, ഇ വിങ്, കേന്ദ്രീയ സദൻ, കോരമംഗല, ബാംഗ്ലൂരു, കർണാടക 560034. ഇതാണ് SSCയുടെ KKRൻ്റെ സൈറ്റുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്കൊന്ന് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. കാരണം ചിലതിലൊക്കെ SSCയുടെ മെയിൻ സൈറ്റിൽ അപ്ഡേറ്റഡ് ആവുന്നതിന് മുമ്പ് KKR സൈറ്റിൽ അപ്ഡേറ്റഡ് ആവാറുണ്ട്. സോ ആ സൈറ്റ് കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും പോവുകയും ചെയ്യുക. അപ്പോൾ സെൻറ്റർ നമ്മൾ നോക്കി. അപ്പോൾ ഇപ്പോൾ നമ്മൾ അപേക്ഷ കൊടുക്കേണ്ടത് വരെയുള്ള സ്റ്റേജ് ഇപ്പോൾ പറഞ്ഞു. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ റെഫർ ചെയ്തിട്ടുള്ള അനക്സറുകളിലെ വിശദീകരണങ്ങൾ പോവുക, അതെല്ലാം വായിച്ചിട്ട് വേണം അപേക്ഷിക്കുക എന്നുള്ള പ്രത്യേകം ഒന്നുകൂടി ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇനി അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഇത് പിടിച്ചെടുക്കണമെങ്കിൽ എന്താണ് സെലക്ഷൻ പ്രൊസീജിയർ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഇതിന് എക്സാമിൻ്റെ പ്രൊസീജിയറുണ്ട്. നമ്മൾ എക്സാമിൻ്റെ എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം. ഇതിന് സ്കീം ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ്. അതായത് കമ്പ്യൂട്ടർ അടിസ്ഥാനത്തിലാണ്, കമ്പ്യൂട്ടറുകളെ മുന്നിൽ വെച്ചിട്ട് നിങ്ങൾക്ക് പരീക്ഷ നടത്തും. 2 ഘട്ടങ്ങൾ, Tier 1, Tier 2. പിന്നെ സാധാരണ SSC ചെയ്യുന്ന നോർമലൈസേഷനെ പറ്റി, അതായത് ഒരേ ഷിഫ്റ്റിൽ ഇതിന് അപേക്ഷിക്കുന്ന എല്ലാവർക്കും കൂടി പരീക്ഷ നടത്താൻ പറ്റില്ല. അപ്പം പല ഷിഫ്റ്റുകളിൽ നടത്തി കഴിഞ്ഞാലും ആ ഡിഫിക്കൽറ്റി ലെവലൊക്കെ അനുസരിച്ചിട്ട് ദർ വിൽ ബി എ നോർമലൈസേഷൻ. ഇഫ് കണ്ടക്റ്റഡ് ഇൻ മൾട്ടിപ്പിൾ ഷിഫ്റ്റ് വിൽ ബി normalized by using the formula published by the Commission Wide Notice number 11/2018 P&P1 ഡേറ്റഡ് 7/2/2019. അന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷനിൽ ഈ ഒരു ലെറ്റർ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ള ഫോമിൽ ഉപയോഗിച്ച് സ്കോറുകൾ നോർമലൈസ് ചെയ്യും. അപ്പോൾ വിവിധ ഷെഡ്യൂളുകളിലെ ഡിഫറൻസ് ഇൻ ഡിഫിക്കൽറ്റി ലെവൽ വെച്ചിട്ട് സ്കോറുകൾ നോർമലൈസ് ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ടെന്ന് ഇവരാദ്യം പറയുകയാണ്. ഫൈനൽ മെറിറ്റ് അങ്ങനെയാണ്. ആ നോർമലൈസ് സ്കോർ വെച്ചിട്ടാണ് കട്ട് ഓഫ് മാർക്കൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഇതിൻ്റെ പരീക്ഷ നടന്നാൽ അതിൻ്റെ ടെൻറ്റേറ്റീവ് ആൻസർ കീ ഒക്കെ പ്ലേസ് ചെയ്യും. അതിൽ നമുക്ക് എന്തെങ്കിലും റെപ്രസെൻറ്റേഷൻസ് ഉണ്ടെങ്കിൽ ഇതല്ല ആൻസർ വരിക, ഇതാണ് ആൻസർ വരിക എന്നൊക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് അത് പറയാനുള്ള ഒരു അവസരമുണ്ട്. കാൻഡിഡേറ്റ്സ് മേ ഗോ ത്രൂ the answer keys and submit online representations, if any, within a stipulated time limit on payment of 100 per question. നമ്മൾ ഒരു ചോദ്യത്തിന് ഇതല്ല വേണ്ടത് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ ചോദ്യം ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നമുക്കൊരു സബ്മിഷൻ കൊടുക്കാം, റെപ്രസെൻറ്റേഷൻ കൊടുക്കാം. പക്ഷേ അതിനൊരു 100 രൂപ ഒരു ചോദ്യത്തിന് നിങ്ങൾ കൊടുക്കണം. അതായത് വെറുതെയുള്ള കംപ്ലയിൻറ്റുകൾ നിരുത്സാഹപ്പെടുത്താനുള്ള സംവിധാനമാണ്. ഇതിലൂടെ ഒരുപാട് ക്യാഷ് സമ്പാദിക്കുക എന്നുള്ള SSC ലക്ഷ്യം വെക്കുന്നതല്ല. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഇതല്ല അതല്ല എന്നൊക്കെ വെറുതെ പറയുന്നതിന് പകരം നിങ്ങൾക്ക് അവിടെ ഒരു പോയിൻ്റ് ഉണ്ടെങ്കിൽ ഒരു 100 രൂപ അടച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് റേസ് ചെയ്യാമെന്ന് SSC പറയുന്നുണ്ട്. ഈ ഒരു മെത്തേഡിലല്ലാതെ വേറെ ഏതെങ്കിലും മെത്തേഡിൽ നമ്മളൊരു വലിയൊരു കത്തൊക്കെ അയച്ചിട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അത് എന്താണോ SSC പറയുന്ന മെത്തേഡിലൂടെ മാത്രമേ കറക്ഷനൊക്കെ നടത്താൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. പിന്നെ ടെൻറ്റേറ്റീവ്, നേരത്തെ നമ്മൾ എക്സാമിനേഷൻ ഡേറ്റ് Tier 1, Tier 2 എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ടെൻറ്റേറ്റീവ് ആണെന്നും ശരിക്കുള്ള ഡേറ്റ് പിന്നീട് അറിയിക്കുകയാണ് ചെയ്യാമെന്ന് ഇവിടെ SSC പറയുന്നുണ്ട്. Tier 1 എക്സാമിനേഷൻ്റെ സ്ട്രക്ചറാണ് നമ്മളിപ്പോൾ കാണുന്നത്. SSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ ഹൃദിസ്ഥമാകേണ്ട ആദ്യത്തെ കാര്യങ്ങളിലൊന്നാണ് ഈ ഒരു സ്ട്രക്ചർ ഓഫ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അത് സ്കീം ഓഫ് Tier 1 എക്സാമിനേഷൻ നമ്മൾ നോക്കുക. Tier 1 ആണ് കണ്ടോ, Tier 1. അതിൽ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് വരുന്നത് നോക്കുക. ആദ്യത്തേത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, തൽക്കാലം നമുക്ക് റീസണിങ് എന്ന് വിളിക്കാം. അതിൽ എത്ര ചോദ്യങ്ങൾ വരും? 25 ചോദ്യങ്ങൾ വരും. എത്ര മാർക്കാണുള്ളത്? 50 മാർക്ക്. അതായത് ഒരു ചോദ്യത്തിന് 2 മാർക്ക് വീതം 50 മാർക്കുണ്ട്. അതുപോലെ ജനറൽ അവെയർനെസ് ഉണ്ട്. ഇതിന് 25 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം 50 മാർക്ക്. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ നമ്മളുടെ സാധാരണഗതിയിൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി കണക്കെന്ന് പറയുന്ന ഭാഗം, 25 ചോദ്യങ്ങൾ, 2 മാർക്ക് വീതം 50 മാർക്ക്. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, പേര് കോംപ്രിഹെൻഷൻ എന്നാണെങ്കിലും ഇതിൽ ഗ്രാമറും മറ്റുള്ള വൊക്കാബുലറി എല്ലാം വരുന്നുണ്ട്. അതിന് 25 ചോദ്യങ്ങൾ, അതിനും 2 മാർക്ക് വീതം 50 മാർക്ക്. അപ്പോൾ ആകെ ചോദ്യങ്ങൾ 100, മാർക്ക് 200.
ആകെ സമയം 1 മണിക്കൂർ. അതേ സമയത്ത് ഒരു സ്ക്രൈബിനെ, അതായത് കാഴ്ചശക്തിയുമായി ബന്ധപ്പെട്ട പരിമിതികളുള്ള ആൾക്ക് സ്ക്രൈബിനെ നിയമിക്കാൻ പ്രൊവിഷൻസ് ഉണ്ട്. സ്ക്രൈബിൻ്റെ സഹായം തേടാൻ അങ്ങനെയുള്ള സ്ക്രൈബുള്ള ആൾക്കാർക്ക് 1 മണിക്കൂർ 20 മിനിറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഒരു ജനറൽ കാൻഡിഡേറ്റിന് 1 മണിക്കൂർ 100 ചോദ്യങ്ങൾ 200 മാർക്ക്. പിന്നെ ഇതെല്ലാം ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യം ഉണ്ടാവും എന്ന് പറയുന്നു. ഇംഗ്ലീഷ് സെക്ഷൻ ഒഴിച്ച് ബാക്കി എല്ലാത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചോദ്യങ്ങളുണ്ടാവും. അത് നമ്മൾ സാധാരണ ഇംഗ്ലീഷ് തന്നെ ചെയ്തു പോകുന്നതാണ് നല്ലത്. പിന്നെ നെഗറ്റീവ് മാർക്കിനെ പറ്റിയൊരു സ്കീമുണ്ട്. 0.5 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ ഉണ്ട്. എന്തുകൊണ്ടാണ് 0.5 മാർക്ക്? ഒരു ചോദ്യത്തിന് 2 മാർക്കുണ്ട്. അതിൻ്റെ 0.25 ആണ് 0.25 ഓഫ് വാട്ട് എവർ മാർക്ക് ഈസ് അവാർഡഡ് ഫോർ എ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ തെറ്റുന്ന ഓരോന്നിനും ആ ചോദ്യത്തിൻ്റെ ചോദ്യത്തിൻ്റെ മാർക്ക് 2 ആണ്. അതിൻ്റെ 4/1 ഭാഗം, അതായത് 0.5 മാർക്ക് നെഗറ്റീവ് പോകും. അപ്പോൾ ഇതിന് എല്ലാം ഇവിടെയും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സ്കീം ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. എന്ത്? 0 എറർ. മറക്കരുത്. തെറ്റിച്ചാൽ പിന്തള്ളപ്പെടും. ശരിയാക്കിയാൽ മാത്രം പോരാ, തെറ്റിക്കാതിരിക്കുകയും വേണം. ഏറ്റവും കൂടുതൽ കറക്റ്റ് ഉത്തരം രേഖപ്പെടുത്തുന്ന, ഏറ്റവും കുറച്ച് തെറ്റുത്തരം രേഖപ്പെടുത്തുന്ന ആൾ തന്നെയായിരിക്കും Tier 1 ടോപ്പേഴ്സായി വരിക. Tier 1 ടോപ്പർ ആവുന്നതുകൊണ്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ Tier 1 ഒരു നേർരേഖാ ചിത്രമാണ് Tier 2 കൂടി വരുന്നത്. SSCയുടെ പുതിയ സ്കീം അനുസരിച്ചിട്ട് ഇതിലുള്ള എല്ലാ ഭാഗങ്ങളും Tier 2 വരുന്നുണ്ട്. മുമ്പ് ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പ് Tier 2 എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇതിൽ പഠിക്കുന്ന 2 ഭാഗങ്ങൾ അന്ന് ഉണ്ടായിരുന്നില്ല Tier 2. ജനറൽ അവെയർനെസ്സും അതുപോലെ തന്നെ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങും Tier 2 ഭാഗത്തുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇത് എന്തൊക്കെയാണോ ഇവിടെ പഠിക്കുന്നത് അതെല്ലാ സെക്ഷനുകളും അതിലും കൂടുതൽ ഗാംഭീര്യത്തോടു കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും, Tier 2 കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ മേധാവിത്വം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഒരു വിജയത്തിൻ്റെ സൂചന തന്നെയാണ്. മാത്രമല്ല ഇത് Tier 1 എക്സാമിനേഷൻ ക്വാളിഫയിങ് നേച്ചറാണ്. ഇതിൽ നല്ല രീതിയിൽ മാർക്ക് നേടിയിട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ പെർഫോമൻസുമായി കമ്പയർ ചെയ്യുമ്പോൾ പിന്തള്ളപ്പെട്ടു പോയാൽ നമുക്ക് Tier 2 എഴുതാനുള്ള അവസരം മിസ്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു എക്സാമിനേഷനാണ്. ഇനി Tier 2 എക്സാമിനേഷൻ്റെ സ്ട്രക്ചർ വിശദീകരിക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിൽ ഞാനത് സിംപ്ലിഫൈ ചെയ്തു തരാം. ഇതിൽ Tier 2 എക്സാമിനേഷനും നമ്മൾ നേരത്തെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസൊക്കെയാണ് മിക്കവാറും ഉള്ളത്. വ്യത്യാസമുള്ളത് നമുക്ക് അവിടെ സൂചിപ്പിക്കാം. Tier 2 ആണ്. പേപ്പർ 1 അതിൽ സെഷൻ 1 2 മണിക്കൂർ 15 മിനിറ്റ്. ശ്രദ്ധിക്കണം, ഈ സെഷൻ 1 2 സെക്ഷനുകളുണ്ട്. അതായത് സെഷൻ 1 സെക്ഷൻ 1 അതിൽ മോഡ്യൂൾ 1 ആണ് മാത്തമാറ്റിക്കൽ അബിലിറ്റി അല്ലെങ്കിൽ കണക്ക് 30 ചോദ്യങ്ങൾ. അതുപോലെ അതിൽ മോഡ്യൂൾ 2 റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്, അതായത് നമ്മൾ റീസണിംഗ് എന്ന് വിളിക്കാം, 30 ചോദ്യങ്ങൾ. നോക്കണം, ഈ മോഡ്യൂൾ 1 മോഡ്യൂൾ 2 30 ചോദ്യങ്ങൾ വീതമാണ്. ഓരോ ചോദ്യത്തിനും 3 മാർക്ക് വീതമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ 90 + 90 എത്ര വരും? 180 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ 60 ചോദ്യങ്ങൾ സെക്ഷൻ 1 ആ സെക്ഷൻ 1 60 ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് 1 മണിക്കൂർ സമയം കിട്ടും. അപ്പോൾ 1 മണിക്കൂർ നോക്കൂ, സെക്ഷൻ 1 മോഡ്യൂൾ 1 ആൻഡ് മോഡ്യൂൾ 2 ചെയ്യാൻ 60 ചോദ്യങ്ങൾ, ഓരോ ചോദ്യത്തിനും 3 മാർക്ക്, 1 മണിക്കൂർ സമയം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രൈബ് ആവശ്യമുള്ള കാൻഡിഡേറ്റ്സിന് 1 മണിക്കൂർ 20 മിനിറ്റ് കിട്ടും. ഇനി ഇതിപ്പോൾ സെക്ഷൻ 1 നമ്മൾ കണ്ടല്ലോ. ഇതേ ഇതിൽ തന്നെ ഇതൊന്നും വ്യത്യാസമില്ല. പേപ്പർ 1 ആണ്, സെഷൻ 1 തന്നെയാണ്. അതിൽ 1 മണിക്കൂർ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. സെഷൻ 1 1 മണിക്കൂർ, 2 മണിക്കൂർ 15 മിനിറ്റ് ഉണ്ട്. അതിൽ 1 മണിക്കൂർ അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി അതേ ഇതിൽ തന്നെ ഇവിടെ സെക്ഷൻ 1 മോഡ്യൂൾ 1 മോഡ്യൂൾ 2 കഴിഞ്ഞു. ഇനി സെക്ഷൻ 2 പോവുകയാണ്. ഓക്കെ, സെക്ഷൻ 2 നോക്കൂ, സെക്ഷൻ 2 എന്തൊക്കെയാണ് നമ്മൾ കാണുന്നത്? മോഡ്യൂൾ 1 മോഡ്യൂൾ 2 ഇവിടെയുണ്ട്. ഇവിടെ മോഡ്യൂൾ 1 എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ ആണ്. 45 ചോദ്യങ്ങളുണ്ട്, 3 മാർക്ക് വീതം. അതുപോലെ തന്നെ ഇവിടെ ജനറൽ അവെയർനെസ്സിൻ്റെ 25 ചോദ്യമുണ്ട്, 3 മാർക്ക് വീതം. അപ്പോൾ ആകെ 45, 25, 70 ചോദ്യം, 210 മാർക്ക്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, മത്സര പരീക്ഷയ്ക്ക് പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും തെറ്റിച്ച് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട്. SSC പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും പ്രധാനം കണക്കാണ്, കണക്കിലെ ഗാംഭീര്യമാണ്, കണക്കിലെ പാണ്ഡിത്യമാണെന്നൊക്കെ പറയും. നിങ്ങൾ ഇവിടെ നോക്കിയിട്ട് പറയൂ. നേരത്തെ Tier 1 അവിടെ എല്ലാത്തിനും തുല്യമായ വെയിറ്റേജ് ആയിരുന്നു. ഇംഗ്ലീഷിനും അതുപോലെ തന്നെ കണക്കിനുമൊക്കെ 25 ചോദ്യങ്ങൾ 2 മാർക്ക് വീതം, 50 മാർക്ക് വീതമാണ് ഉണ്ടായിരുന്നത്. Tier 2 വരുമ്പോൾ ഇവിടെ നോക്കൂ, നേരത്തെ നമ്മൾ കണ്ടു മാത്സിൽ 30 ചോദ്യങ്ങളാണ്, റീസണിങ്ങിൽ 30 ചോദ്യങ്ങളാണ്.
അപ്പോൾ ഇവിടെ ഇംഗ്ലീഷിന് 45 ചോദ്യങ്ങളുണ്ട്. 45 ചോദ്യങ്ങൾക്ക് 3 മാർക്ക് വീതം. ഇംഗ്ലീഷിൻ്റെ ഇവിടെ വെയിറ്റേജ് ശരിക്കും ഏതിനാണ്? ഇംഗ്ലീഷിനാണ്. ജനറൽ അവയർനെസ്സിന് 25 ചോദ്യങ്ങൾ 3 മാർക്ക് വീതമാണ്. 25 ചോദ്യങ്ങൾ തന്നെ ജനറൽ അവയർനെസ്സിന് എവിടെയുണ്ട്? ടിയർ 1 ഉണ്ട്. അവിടെ 2 മാർക്ക് വീതമായിരുന്നു വ്യത്യാസമുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഭാഗങ്ങളും ടിയർ 2 വരുന്നു. വെയിറ്റേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിനുണ്ട്. അപ്പോൾ ഇംഗ്ലീഷ് ശരിക്കൊന്ന് മെനക്കെടാൻ തയ്യാറാണെങ്കിൽ തന്നെ ശരിക്കും ഇതിലൊരു സാധ്യതയുണ്ട്. അതിൻ്റെ അർത്ഥം മാത്സ് അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ അൺഇമ്പോർട്ടൻ്റ് ആണ് എന്നല്ല. ദേ ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. ബട്ട് സാധാരണ പറയില്ല ഓൾ ആർ ഈക്വൽ ബട്ട് സം ആർ മോർ ഈക്വൽ എന്ന് പറയും പോലെ ഇംഗ്ലീഷ് ഇവിടെ കുറച്ച് മോർ ഈക്വൽ ആയിട്ടുള്ളൊരു സെക്ഷനാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ഇതിൽ നമ്മൾ സെക്ഷൻ 1 പഠിച്ചു, മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2. അത് മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 എന്തായിരുന്നു? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കണക്കും റീസണിങ്ങുമായിരുന്നു. വേണമെങ്കിൽ ഒന്ന് കാണാം. അത് മൊഡ്യൂൾ 1 സെക്ഷൻ 1 മൊഡ്യൂൾ 1 മൊഡ്യൂൾ 2 മാത്തമാറ്റിക്കൽ അബിലിറ്റീസ്. തൽക്കാലം നമുക്ക് കണക്ക് എന്ന് പറയാം. റീസണിങ് എബിലിറ്റിയാണ് രണ്ടാമത്. റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് 30 ചോദ്യങ്ങൾ വീതം 3 മാർക്ക് വീതം. അവിടെ നമുക്ക് 180 മാർക്ക് അവിടെ കിടക്കുന്നു. സെക്ഷൻ 2 ഇംഗ്ലീഷിൻ്റെ 45 ചോദ്യങ്ങൾ, ജനറൽ അവയർസിൻ്റെ 25 ചോദ്യങ്ങൾ, ആകെ 70 ചോദ്യങ്ങൾ, 210 മാർക്ക്. ഇനി സെക്ഷൻ 3 മൊഡ്യൂൾ 1. സെക്ഷൻ 3 2 മോഡ്യൂൾസ് ഉണ്ട്. അതിൽ മൊഡ്യൂൾ 1 ഇതിന് 1 മാർക്കാണ് കേട്ടോ. ഈ 45, 25, 70 ചോദ്യങ്ങൾക്ക് ഒരു മണിക്കൂറാണ്. 1 മണിക്കൂറാണ് സമയം. നേരത്തെ 2.25 മണിക്കൂറാണ് ഈ സെഷന് മൊത്തമായിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. സെഷൻ 1 എന്ന് പറഞ്ഞാൽ സെക്ഷൻ 1ൻ്റെ മൊഡ്യൂൾ 1 and 2 1 അവർ. അതിൻ്റെ കൂടെ സെക്ഷൻ 2ൻ്റെ മൊഡ്യൂൾ 1 and 2 അഗെയിൻ 1 അവർ, 2 മണിക്കൂറായി. ഇനി 15 മിനിറ്റ് എന്താണ് ബിസിനസ് എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അത് സെക്ഷൻ 3 മൊഡ്യൂൾ 1. സെക്ഷൻ 3 മുഴുവനായിട്ട് ഇവിടെ അല്ല. സെക്ഷൻ 1ൻ്റെ മൊഡ്യൂൾ 1 ആദ്യത്തെ സെഷൻ 1 വരും. സെഷൻ 1 വരുന്നു. ആ സെഷൻ 1 എന്ന് പറയുന്നത് നോക്കൂ, ഇവിടെ വരെയുണ്ട്. ഇവിടെ നിന്ന് സെക്ഷൻ 3 എന്ന് പറയുന്നത് സെഷൻ 2 ആയിട്ട് മാറുകയാണ്. ഇവിടെയാണ് ചെറിയൊരു കൺഫ്യൂഷൻ. ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവേണ്ട ആവശ്യമില്ല. പരീക്ഷയുടെ 2.25 മണിക്കൂർ ഇതാ ഡിഫൈൻഡ് ആയിരിക്കുന്നു. സെഷൻ 3 മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ നോളജിൻ്റെ 20 ചോദ്യങ്ങൾ, അതിന് 3 മാർക്ക് വീതം 60 മാർക്ക്. അതിന് 15 മിനിറ്റാണുള്ളത്. ഈ 15 മിനിറ്റും ഇവിടുത്തെ സെക്ഷൻ 2ൻ്റെ 1 മണിക്കൂറും സെക്ഷൻ 1ൻ്റെ 1 മണിക്കൂറും ചേർത്ത് 2.25 മണിക്കൂറുള്ളതാണ് സെഷൻ 1 ഓഫ് ടിയർ 2 എക്സാമിനേഷൻ. അത് ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അതിലെ സെഷൻ 2 എന്ന് പറയുന്നത് സെക്ഷൻ 3യുടെ മൊഡ്യൂൾ 2, അതായത് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് മൊഡ്യൂളാണ്. അത് ഒരു ഡാറ്റ എൻട്രിയുടെ ഒരു ടാസ്ക് നമുക്ക് തരും. ഒരു 15 മിനിറ്റ് സമയം തരും. 15 മിനിറ്റോട് നമ്മൾ അതെന്ത് ചെയ്യണം? ടൈപ്പ് ചെയ്ത് ഡാറ്റ എൻട്രി ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിലും നേരത്തെ പറഞ്ഞ ടീമിന്, അതായത് സ്ക്രൈബൊക്കെ ആവശ്യമുള്ള ടീമിന്, കാൻഡിഡേറ്റ്സ് എലിജിബിൾ ഫോർ സ്ക്രൈബ് 20 മിനിറ്റ് സമയം കൊടുക്കും. ഓക്കെ, ഇത്രയാണ് സാധാരണ ജനറൽ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കുന്ന എല്ലാവർക്കുമുള്ള SSC പരീക്ഷ. ഞാനിതുവരെ പറഞ്ഞുകൊണ്ട് തീർന്നു. ഇനി സ്റ്റാറ്റിസ്റ്റിക്കൽ വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ തുടങ്ങിയ പരീക്ഷകൾക്കുള്ളവർക്കാണ് ടിയർ 1 പേപ്പർ 2 ഉള്ളത്. പേപ്പർ 1 എന്ന് പറയുന്ന എല്ലാ പോസ്റ്റുകൾക്കും കമ്പൽസറിയാണ്. പേപ്പർ 2 എന്ന് പറയുന്നത് ഈ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർക്ക് മാത്രമുള്ള 100 ചോദ്യങ്ങൾ 2 മാർക്ക് വീതമുള്ള 2 മണിക്കൂർ സമയമുള്ള സബ്ജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് ഇവിടെയുള്ളത്. അപ്പോൾ ടിയർ 2 പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഇനി ആ സ്കോറിങ് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയ സൂചന കൂടി തന്നിട്ട് നമുക്ക് ഈ അടുത്തതിലേക്ക് പോകാം. ടിയർ 2 വിൽ ഇൻക്ലൂഡ് കണ്ടക്ടിങ് പേപ്പർ 1, പേപ്പർ 2 ഇൻ സെപ്പറേറ്റ് ഷിഫ്റ്റ്സ് ആൻഡ് ഡേയ്സ്. പേപ്പർ 1 എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ കണ്ട 2.25 മണിക്കൂറുള്ള, അതായത് 2.25 മണിക്കൂർ എന്തൊക്കെ വരുന്നുണ്ട്? പേപ്പർ മൊഡ്യൂൾ 1 and 2 ഓഫ് സെക്ഷൻ 1, മൊഡ്യൂൾ 1 and 2 ഓഫ് സെക്ഷൻ 2, മൊഡ്യൂൾ 1 ഓഫ് സെക്ഷൻ 3. ഇതെല്ലാം ചേർന്നാണ് 2.25 മണിക്കൂറുള്ളത്. അത് ഒരു ഷിഫ്റ്റിലായിരിക്കും. പേപ്പർ 1ഉം 2ഉം സെപ്പറേറ്റ് ആയിരിക്കും. 1ൽ പെടുന്ന എല്ലാം ഒരു ദിവസവും, പേപ്പർ 2 വേറൊരു ദിവസവും ആയിരിക്കും. പേപ്പർ 1 ഈസ് കമ്പൽസറി ഫോർ ഓൾ ദ പോസ്റ്റ്. എല്ലാ പോസ്റ്റിനും പേപ്പർ 1 കമ്പൽസറി ആണ്. പേപ്പർ 2 ഞാൻ നേരത്തെ പറഞ്ഞു, പേപ്പർ 2 വിൽ ബി for only those candidates who apply for the post of junior statistical officer in the Ministry of Statistics and Program Implementation and Statistical Investigator grade 2. ഈ 2 പോസ്റ്റുകൾക്ക് മാത്രമാണ് പേപ്പർ 2 ഉള്ളത്. പേപ്പർ 1 എല്ലാവർക്കും ഉണ്ട്. പേപ്പർ 2 അത് ഉണ്ടാവാൻ കാരണം അവർക്ക് സ്റ്റാറ്റി നിർബന്ധമാണ് എന്നുള്ളതാണ്. പേപ്പർ 1 വിൽ ഇൻക്ലൂഡ് ഫോളോയിങ് 3 സെക്ഷൻസ് ഹാവിങ് 2 മോഡ്യൂൾസ്. നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഇവരുടേതായ ഭാഷയിലൊന്ന് പറയുകയാണ്. സെക്ഷൻ 1 മൊഡ്യൂൾ 1 മാത്തമാറ്റിക്കൽ അബിലിറ്റി, മൊഡ്യൂൾ 2 റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്, സെക്ഷൻ 2 എന്ന് പറയുന്നത് മൊഡ്യൂൾ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ, അതിൻ്റെ മൊഡ്യൂൾ 2 ജനറൽ അവയർനെസ്, പിന്നെ സെക്ഷൻ 3 മൊഡ്യൂൾ 1 കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ്. ഇതുവരെയാണ് നമ്മളുടെ ആദ്യത്തെ ആ ഒരു
ഇതിൽ പെടുന്നത്, സെഷൻ 1-ൽ പെടുന്നത് മൊഡ്യൂൾ 2 ഓഫ് സെക്ഷൻ 3 എന്ന് പറയുന്ന ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റാണ്. പേപ്പർ 1 വിൽ ബി കണ്ടക്റ്റഡ് ഇൻ 2 സെഷൻസ്, സെഷൻ 1 ആൻഡ് സെഷൻ 2 ഓൺ ദ സെയിം ഡേ. അതായത് സെഷൻ 1, അതായത് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും അതുവരെയുള്ള എല്ലാ സംഗതികളും, അതായത് മാത്സിൻ്റെയും റീസണിങ്ങിൻ്റെയും ടെസ്റ്റ് അടങ്ങിയിട്ടുള്ള ആദ്യത്തെ സെക്ഷൻ, ഇംഗ്ലീഷിൻ്റെയും ജനറൽ അവയർനെസ്സിൻ്റെയും ടെസ്റ്റുള്ള രണ്ടാമത്തെ സെക്ഷൻ, പിന്നെ കമ്പ്യൂട്ടർ നോളേജിൻ്റെ 15 മാർക്കിൻ്റെ ടെസ്റ്റ്, ഇത്രയും 2.25 മണിക്കൂറിൻ്റെ ആദ്യത്തേതും പിന്നെ അതിന് ശേഷം 15 മിനിറ്റിൻ്റെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റും ഒരൊറ്റ ദിവസം തന്നെ നടത്തും. പിന്നെ ഓരോ സെക്ഷനും 1 മണിക്കൂർ സമയം കിട്ടുന്നു. ആ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെഷൻ ക്ലോസ് ആകുന്നതൊക്കെ സാധാരണ എല്ലാ പരീക്ഷയ്ക്കും ഇപ്പം ഓൺലൈനായി നടന്ന എല്ലാ പരീക്ഷയ്ക്കുള്ളതാണ്. അപ്പോൾ സെക്ഷൻ 1 കഴിഞ്ഞാൽ മൊഡ്യൂൾ 1-ഉം മൊഡ്യൂൾ 2-നും കൂടി ഒരു 1 അവർ ആണെങ്കിൽ ആ 1 അവർ സമയം കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ സെക്ഷൻ കഴിഞ്ഞ് അടുത്ത സെക്ഷനിലേക്ക് പോകും. അത് സാധാരണ സെക്ഷൻ 1 കഴിഞ്ഞാൽ സെക്ഷൻ 2 മോഡ്യൂൾസ് വരും. ആ മോഡ്യൂൾസിൻ്റെ സമയം കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ഇല്ലാതാവും എന്നുള്ള സാധാരണ എക്സാം പ്രൊസീജിയേഴ്സാണ് പറഞ്ഞിരുന്നത്. എക്സാമിൻ്റെ ആ സ്കീം ആൻഡ് പാറ്റേൺ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ സെഷൻ 1 കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് കിട്ടും. സെഷൻ 1 പിന്നെ കഴിഞ്ഞ് സെഷൻ 2 ആണല്ലോ. സെഷൻ 2 ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ആയതുകൊണ്ട് ആ ടാസ്കിന് വേണ്ടി ഒന്നുകൂടി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട്, അത് കാരണം അത് ടൈപ്പ് ഇൻ ടെസ്റ്റ് ആയതുകൊണ്ട് അതിന് വേണ്ടി രജിസ്റ്റർ ചെയ്യാൻ ഒരു ബ്രേക്ക് കിട്ടും. അപ്പോൾ സെഷൻ 2-ൻ്റെ ആകെയുള്ള ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 15 മിനിറ്റ്സ് ആണ്. പിന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, it will be mandatory for the candidate to qualify all the sections of paper 1. പേപ്പർ 1-ലെ എല്ലാ സെക്ഷനും എല്ലാവരും പാസ്സായിരിക്കണം. Tier 2, paper 1 and paper 2 will consist of objective type multiple choice questions except for module 2 of section 3 of paper 1. ഇത് നമ്മൾ പഠിച്ചതാണ്. മൊഡ്യൂൾ 3 എന്ന് പറയുന്നത് ഡാറ്റ എൻട്രി ടെസ്റ്റാണ്. അത് വെച്ച് ബാക്കിയെല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് ആണെന്ന് പറയുന്നത്. ദ ക്വസ്റ്റ്യൻസ് വിൽ ബി സെറ്റ് ബോത്ത് ഇൻ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി എക്സെപ്റ്റ് ഫോർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ. അത് Tier 1-നുള്ളതുപോലെ തന്നെ. ദർ വിൽ ബി നെഗറ്റീവ് മാർക്കിംഗ് ഓഫ് 1 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ. അതൊരു പ്രത്യേകതയാണ്. അതായത് 1/3 ആണ്. ഇവിടെ 3 മാർക്കാണ് ഒരു ചോദ്യം ശരിയായി കിട്ടുന്നത്. ഒരു ചോദ്യം തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മിസ്സാവുന്നത് 1 മാർക്കാണ്. 1/3 മാർക്ക് മിസ്സാവുന്നുണ്ട് എന്നുള്ളതാണ്. അത് സാധാരണ പേപ്പർ 1-ന്. പേപ്പർ 2-ൻ്റെ കേസിൽ നിങ്ങൾക്കറിയാം 100 ചോദ്യങ്ങൾക്ക് 200 മാർക്കാണ്. അതുകൊണ്ട് തന്നെ 0.5 ആണ് അവിടെ റോങ് ആൻസറിന് പോകുന്നത്. പേപ്പർ 2 ഈസ് ആപ്ലിക്കബിൾ ഓൺലി ഫോർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റ്. പിന്നെ അതുപോലെ മറ്റൊരു ക്വാളിഫയിങ് കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. അതായത് സെക്ഷൻ 3-യുടെ മോഡ്യൂൾ 1 ഓഫ് പേപ്പർ 1 ഈസ് കമ്പ്യൂട്ടർ നോളേജ് ടെസ്റ്റ് ഈസ് മാൻഡേറ്ററി. എല്ലാവർക്കും നിർബന്ധമാണ്, ബട്ട് ക്വാളിഫയിങ് ഇൻ നേച്ചർ. എല്ലാവരും അത് എഴുതിയിരിക്കണം, പക്ഷേ ക്വാളിഫൈ ചെയ്താൽ മതി. പക്ഷേ however, while shortlisting the candidates for the post where computer proficiency is prescribed, namely assistant section officer and CSS, MEA, AFHQ, assistant various ഇങ്ങനെ കുറേ പോസ്റ്റുകൾ പറഞ്ഞിട്ട് ഇതിലൊക്കെ ഹയർ ക്വാളിഫയിങ് സ്റ്റാൻഡേർഡ്സ് വിൽ ബി സെറ്റ് ഇൻ കമ്പാരിസൺ ടു അതർ പോസ്റ്റ്. അപ്പോൾ ഇത് കമ്പ്യൂട്ടർ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ നോളേജ് ആവശ്യമുള്ള ഈ പറഞ്ഞിരിക്കുന്ന കുറേ പോസ്റ്റുകളുണ്ട്. ആ പോസ്റ്റുകൾക്കൊക്കെ റാങ്ക് ലിസ്റ്റ് തീരുമാനിക്കുമ്പോൾ സാധാരണഗതിയിൽ പിന്നെ കമ്പ്യൂട്ടർ സെക്ഷന് വേണ്ട ഒരു കട്ട് ഓഫിനേക്കാൾ ഉയർന്ന കട്ട് ഓഫ് അതിന് തീരുമാനിച്ചേക്കാമെന്ന് പറയുന്നുണ്ട്. അതായത് SSC പറയുന്നത് കമ്പ്യൂട്ടറിൻ്റെ ആ ചോദ്യങ്ങൾ സാധാരണഗതിയിൽ ക്വാളിഫയിങ് ആണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ വളരെ ലോവർ ആയിട്ടുള്ള ഒരു ക്വാളിഫയിങ് മാർക്ക് ആയിക്കൊള്ളണമെന്നില്ല. കട്ട് ഓഫ് ചിലപ്പോൾ ഉയരം കൂടാം ചില പ്രത്യേക പോസ്റ്റുകൾക്ക്. നിങ്ങൾ ആ പോസ്റ്റുകളൊക്കെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ആ 15 മാർക്ക് കൊണ്ട് നമ്മൾ ആൻസർ ചെയ്യുന്ന ഇതിലും ഫുൾ മാർക്ക് നേടാൻ വേണ്ടി ശ്രമിക്കണമെന്നാണ് ഇത് പറയുന്നത്. പിന്നെ മോഡ്യൂൾ 2 സെക്ഷൻ 2 പേപ്പർ 1, അതായത് ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഫോർ എ ഡ്യൂറേഷൻ ഓഫ് 50 മിനിറ്റ്സ് ഓൺ ദ സെയിം ഡേ. The data entry speed test, skill test will be conducted for a passage of about 2000 key depressions. 2000 കീ ഡിപ്രഷൻസ് ഉള്ള രീതിയിലുള്ള ഡാറ്റ ടെസ്റ്റാണ് നമുക്ക് നൽകുക. ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻ റിഗാർഡിംഗ് സ്കിൽ ടെസ്റ്റ് വിൽ ബി പ്രൊവൈഡഡ് ബൈ ദ റീജിയണൽ ഓഫീസേഴ്സ് ഓഫ് ദ കമ്മീഷൻ. അതായത് നമുക്ക് KKRന്ന് ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻ വേറെ തന്നെ വരുമെന്ന് പറയുന്നുണ്ട്. ഇൻഫർമേഷൻ അബൌട്ട് ഇവാലുവേഷൻ ഓഫ് ടൈപ്പിംഗ് ടെസ്റ്റ് ആർ അവൈലബിൾ ഓൺ ദ കമ്മീഷൻസ് ന്യൂ വെബ്സൈറ്റ്, ദാറ്റ് ഈസ് ssc.gov.in. ഫോർ കാൻഡിഡേറ്റ് സെക്ഷൻ നോക്കിയാൽ ഈ ടെസ്റ്റിൻ്റെ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എങ്ങനെയൊക്കെയാണ് ഇവാലുവേഷൻ എന്നുള്ളത് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ ഇതിലും ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റിലും പ്രത്യേകം പറയുന്നത് എന്താ, ചില പോസ്റ്റുകൾക്ക് ഇത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി വേണമെന്ന് പറഞ്ഞിരിക്കുന്ന പോസ്റ്റുകൾക്ക് ഇതിന് ഹയർ ക്വാളിഫയിങ് മാർക്ക്, ഇതും ക്വാളിഫയിങ് നേച്ചറിലുള്ളതാണ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ എന്നാലും അതിലും
ഇത് നിർബന്ധമുള്ള പോസ്റ്റുകൾക്ക് പരിഗണിക്കുമ്പോൾ അതിനൊരു ഹയർ ക്വാളിഫയിങ് അല്ലെങ്കിൽ കട്ട് ഓഫ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു സംഗതി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ കരുതിയിരിക്കണം. എല്ലാത്തിലും ഒന്ന് സീരിയസ് ആയിട്ട്, അതായത് taking for granted is not expected of a serious candidate who is applying and preparing for SSC examination. ഇതിലുള്ള എല്ലാ ഭാഗങ്ങളിലും ഏറ്റവും മികച്ച പ്രകടനം തന്നെ വേണമെന്ന് തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ട് വേണം ഇതിനിപ്പോൾ അപേക്ഷിക്കാൻ പോലും. അതായത് അത് ക്വാളിഫയിങ് അല്ലേ, ഇത് ക്വാളിഫയിങ് അല്ലേ, അതുകൊണ്ട് അത് അത്ര മതി എന്നുള്ള ഫീലിംഗ് ഒന്നും ഒരു തരത്തിലും ഈ ഒരു പരീക്ഷയുടെ ഈ നോട്ടിഫിക്കേഷൻ്റെ സെൻസിന് അനുകൂലമല്ല. അതുകൊണ്ട് സീരിയസ് ആയിട്ടുള്ള പ്രിപ്പറേഷനാണ് നടത്തേണ്ടത്. അംഗവൈകല്യമുള്ള ചില ആൾക്കാർ ഈ ഡാറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് എന്ന് അവർ എക്സംപ്റ്റഡ് ആണ്. എക്സാമിനേഷൻ്റെ സിലബസിലേക്ക് നമ്മളൊന്ന് പോവുകയാണ്. ഇത് സിലബസ് കാണിക്കാൻ കാരണം ഈ സിലബസ് കണ്ട് പേടിക്കരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ ഇതെല്ലാം കണ്ട് ദൈവമേ എനിക്കിത് സാധിക്കുമോ എന്ന് വിചാരിച്ച് അപേക്ഷിക്കാതിരിക്കരുതെന്ന് പറയാൻ. ഇതുമായിട്ട് ബന്ധം ശരിക്കും ഈ പറയുന്നൊന്നും ആയിരിക്കില്ല. നമ്മളത് പ്രാക്ടിക്കൽ സൈഡിലൂടെ ഇത് സിലബസ് കവർ ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് കവർ ചെയ്യാൻ പറ്റുന്ന സിലബസ് ആണുള്ളത്. പക്ഷേ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ട് എഫേർട്ട് എടുത്താൽ നമുക്കത് കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു വാസ്തവമാണ്. അതുകൊണ്ടാണല്ലോ SSC എന്നുള്ളത് നല്ലൊരു എക്സാമിനേഷൻ, ഒരു ചാലഞ്ചിങ് എക്സാമിനേഷനായി തുടരുന്നത്. അപ്പോൾ ഇതിൽ Tier 1-ൻ്റെ സിലബസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ Tier 1-ൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് സെക്ഷനിൽ വരുന്ന സംഗതികളാണ്. ഇറ്റ് വുഡ് ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് ഓഫ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ്. അതാണ് അതിൽ സെൻസ് എന്ന് പറയുന്നത്. വെർബൽ റീസണിങ്ങും നോൺ വെർബൽ റീസണിങ്ങും ഇതിലുണ്ടാവുമെന്ന് പറയുന്നു. പിന്നെ അതിൽ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞിരിക്കുക. ദിസ് കോമ്പണൻറ്റ് മേ ഇൻക്ലൂഡ് വിൽ ഇൻക്ലൂഡ് എന്നല്ല, അതിൽ ഉൾപ്പെടുത്തിയേക്കാം. ക്വസ്റ്റ്യൻസ് ഓൺ അനലജീസ്, സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്, സ്പേസ് വിഷ്വലൈസേഷൻ, സ്പാഷ്യൽ ഓറിയൻറ്റേഷൻ, ഇതൊക്കെ സാധാരണ റീസണിങ്ങിൻ്റെയും ജനറൽ ഇൻ്റലിജൻസിൻ്റെയും ചോദിക്കപ്പെടുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ലിറ്ററേച്ചറാണ്. ഈ ലിറ്ററേച്ചർ കണ്ട് നിങ്ങൾ പേടിക്കേണ്ടതില്ല. ആക്ച്വൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ശീലിക്കുമ്പോൾ അത് വളരെ എളുപ്പമായിട്ട് മാറും. ഓറിയൻറ്റേഷൻ, പ്രോബ്ലം സോൾവിങ്, അനാലിസിസ്, ജഡ്ജ്മെൻറ്റ്, ഡിസിഷൻ മേക്കിംഗ്, വിഷ്വൽ മെമ്മറി, ഡിസ്ക്രിമിനേഷൻ, ഒബ്സർവേഷൻ, അങ്ങനെ പോവുകയാണിത്. എന്നാൽ സാധാരണഗതിയിൽ ഒരു വ്യക്തമായിട്ട് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാൻ പറ്റും. SSC പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ഭാഗങ്ങളിലൊന്നാണ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ഇപ്പോൾ ഉള്ള നിലയ്ക്ക് ഇതുവരെ ചോദിച്ച പരീക്ഷകൾ വെച്ചുകൊണ്ട് നമ്മൾ നോക്കണം. നാളെ ഇത് മാറ്റം പറഞ്ഞ് ഭീകരമായൊരു സെക്ഷനായി ഇത് മാറുമെന്ന് പറയാൻ പറ്റില്ല. അതായത് ബാങ്ക് പരീക്ഷകൾക്കും മറ്റും വരുന്ന റീസണിങ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ മെയിൻസ് ലെവലിലൊന്നുമുള്ള ചോദ്യങ്ങൾ ഇതുവരെ SSCയിൽ നമ്മളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് ഈ സിലബസ് കണ്ട് പേടിക്കണ്ട. ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിലബസാണ്. നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആ കാര്യം ഒന്ന് നിങ്ങൾ മനസ്സിരുത്തി. ഇനി ജനറൽ അവെയർനെസ്സിൻ്റെ സെക്ഷൻ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ജനറൽ അവെയർനെസ് ഇതും സിലബസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് മനസ്സിലാവണമെന്നില്ല. ക്വസ്റ്റ്യൻസ് in this component will be aimed at testing the candidate's general awareness of the environment around him and its application to society. പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഒരു സോഷ്യോളജിക്കലായിട്ടുള്ള പെർസ്പെക്റ്റീവിൽ ചുറ്റുപാട് നോക്കുന്ന ആൾക്കാർ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെച്ചാൽ മതി എന്നാണ്. പക്ഷേ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനം ആവശ്യമുള്ള സെക്ഷനുകളിലൊന്നാണ് ജനറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ ജനറൽ അവെയർനെസ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വിൽ ഓൾസോ ബി ഡിസൈൻ ടു ടെസ്റ്റ് ദ നോളേജ് ഓഫ് കറണ്ട് ഇവൻറ്റ്സ്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ കറണ്ട് ഇവൻറ്റ്സ് വരും. Current events and such matters of everyday observations and experience in their scientific aspect. ഓരോ പരിചയത്തിൻ്റെ ഇതിൻ്റെയൊക്കെ അതിൻ്റെ സയൻറ്റിഫിക് ആസ്പെക്റ്റ്, ശാസ്ത്രീയമായ തലത്തിൽ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് ആവശ്യം വരും. മേ ബി എക്സ്പെക്റ്റഡ് ഓഫ് എനി എഡ്യൂക്കേറ്റഡ് പേഴ്സൺ. ദ ടെസ്റ്റ് വിൽ ഓൾസോ ഇൻക്ലൂഡ് ക്വസ്റ്റ്യൻസ് റിലേറ്റിംഗ് ടു ഇന്ത്യ ആൻഡ് ഇറ്റ്സ് നെയ്ബറിങ് കൺട്രീസ്. ഇവിടെയാണ് കണ്ടൻറ്റ് തുടങ്ങുന്നത്. ഇന്ത്യയും അതിൻ്റെ അയൽക്കാരുമായി ബന്ധപ്പെട്ടതും എസ്പെഷ്യലി പെർട്ടൈനിങ് ടു ഹിസ്റ്ററി, കൾച്ചർ, ജിയോഗ്രഫി, ഇക്കണോമിക്സ്, ജനറൽ പോളിസി ആൻഡ് സയൻറ്റിഫിക് റിസർച്ച്. ഇപ്പോൾ ഏകദേശം എന്തൊക്കെ പഠിക്കാനുണ്ടാവും എന്നുള്ളതിന് ഏകദേശം ധാരണ വന്നു. ചുരുക്കി പറഞ്ഞാൽ ജനറൽ നോളേജ് ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്തും ചോദിക്കാം. ജിയോഗ്രഫി, പോളിറ്റി, അത് ഇതെല്ലാം ചോദിക്കാം. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ടത് മുമ്പുള്ളതിനേക്കാളും പ്രാധാന്യം ഇപ്പോൾ ഉണ്ട്. Tier 1-ൽ മാത്രമല്ല Tier 2-ൽ സിലബസ് വരുന്നുണ്ട്. ഏകദേശം റിപ്പീറ്റേഷൻ ഓഫ് ദ സിലബസ് ആണ് അവിടെ വരിക. അപ്പോൾ രണ്ടിനും വേണ്ടി പഠിക്കേണ്ട ഏരിയാസൊക്കെ ഏകദേശം സെയിമാണ്. ഇനി നമ്മളെല്ലാവരും കാത്തുവരുന്ന നമ്മൾക്ക് ഏറ്റവും പ്രിയങ്കരനായ അതിഥി എന്നൊക്കെ പറയുമ്പോഴുള്ള സാധനമാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കണക്ക് എന്ന് പറയുന്നത്. ഇതിൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നത് നോക്കുക. ദ ക്വസ്റ്റ്യൻസ് വിൽ ബി ഡിസൈൻ ടു ടെസ്റ്റ് ദ എബിലിറ്റി of appropriate use of numbers and number sense of the candidate.
എങ്ങനെയൊക്കെയാണ് നമ്പറുകളും നമ്പർ സെൻസ് കാൻഡിഡേറ്റിന് എത്രമാത്രം നമ്പർ സെൻസ് ഉണ്ട് എന്നുള്ളത് നോക്കാനും അതുപോലെ നമ്പേഴ്സ് എങ്ങനെ യൂസ് ചെയ്യുന്നത് അറിയാനാണ് സെക്ഷൻ പ്രധാനമായിട്ട് ശ്രമിക്കുന്നത്. സ്കോപ്പ് ഓഫ് ദ ടെസ്റ്റ് വിൽ ബി computation of whole numbers, decimals, fractions and relations between numbers, percentage, ratio, proportions, square roots, averages, interest, profit and loss, discount, partnership, business, mixture and allocation, time and distance, time and work, ബേസിക് ആൾജിബ്രായിക് ഐഡൻറ്റിറ്റീസ്. ഇതുവരെ നമ്മൾ പറഞ്ഞത് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയാവുന്ന സാധാരണ അരിത്തമെറ്റിക്സിൻ്റെ ഒരു ലെവലുള്ള സംഗതികളാണെങ്കിൽ ഇവിടെ നമ്മൾ തിയറിറ്റിക്കൽ മാത്തമെറ്റിക്സിലേക്ക് നീങ്ങുകയാണ്. SSCയിലെ QA ചാലഞ്ചിങ് ആവുന്ന ഇതാണ്. സാധാരണ ചോദിക്കുന്നത് ഡിസ്കൗണ്ട്, പാർട്ട്ണർഷിപ്പ്, പ്രോഫിറ്റ് ലോസ് റേഷ്യോ, പ്രൊപ്പോർഷൻ തുടങ്ങിയവയ്ക്ക് പുറമേ ആൾജിബ്ര വരുന്നു. Algebraic identity of school of algebra and elementary search, graphs of linear equations, triangle and its various kind of centers, അതായത് ട്രിഗ്നോമെട്രി വരികയാണ്. കോൺഗ്രുവൻസ് ആൻഡ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ, സർക്കിൾ ആൻഡ് ഇറ്റ്സ് കോഡ്, ടാൻജൻസ്, ആംഗിൾസ് സബ്സ്റ്റൻറ്റഡ് ബൈ കോഡ്സ് ഓഫ് എ സർക്കിൾ, കോമൺ ടാൻജൻസ് ടു ഓർ മോർ സർക്കിൾ, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽസ്, റെഗുലർ പോളിഗൺസ്, അങ്ങനെ എല്ലാ ഷേപ്പുകളും. അതായത് നമ്മൾ സാധാരണ പറയുമ്പോൾ ആൾജിബ്ര, ട്രിഗ്നോമെട്രി, ജിയോമെട്രി, പിന്നെ അതുപോലെ തന്നെ 3D 2D എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ള പിന്നെ മെൻസുറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത്. റെഗുലർ പോളിഗൺസ്, സർക്കിൾ, പ്രിസം, കോൺ, സിലിണ്ടർ, സ്ഫിയർ, ഇതെല്ലാം പറയുന്നത് നിങ്ങൾക്ക് ഓരോന്നും പഠിച്ചെടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ ഏരിയ, വോളിയം, അങ്ങനെ ഷേപ്പൊക്കെ ഉള്ള 3 ഡയമെൻഷനിലാണെങ്കിൽ വോളിയം അല്ലെങ്കിൽ ഏരിയ, പിന്നെ അതിൻ്റെ പെരിമീറ്റർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ കുറച്ച് സ്റ്റാറ്റ്യുമായി ബന്ധപ്പെട്ട ട്രിഗ്നോമെട്രിക് റേഷ്യോ ഇവിടെ വന്നു കേട്ടോ. ഇവിടെ ഡിഗ്രി ആൻഡ് റേഡിയൻ മെഷേഴ്സ്, സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റീസ്, കോംപ്ലിമെൻ്ററി ആംഗിൾസ്, ഹൈറ്റ്സ് ആൻഡ് ഡിസ്റ്റൻസ്, ഹിസ്റ്റോഗ്രാം, ഫ്രീക്വൻസി, പോളിഗൺ, ബാർ ഡയഗ്രാം, കുറച്ച് സ്റ്റാറ്റീവായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഭാഗങ്ങൾ അവസാനത്തേക്ക് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് Tier 1 QA വരുന്നത്. ഇനി ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞിട്ട് എന്താ തന്നിരിക്കുന്നത് നോക്കൂ. ഇംഗ്ലീഷ് കോംപ്രിഹെൻഷൻ, കാൻഡിഡേറ്റ്സ് എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് കറക്റ്റ് ഇംഗ്ലീഷ്, ഹിസ് ബേസിക് കോംപ്രിഹെൻഷൻ ആൻഡ് റൈറ്റിംഗ് എബിലിറ്റി എക്സെട്ര വുഡ് ബി ടെസ്റ്റഡ്. ഇംഗ്ലീഷ് മനസ്സിലാക്കാനുള്ള കഴിവ് ടെസ്റ്റ് ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇംഗ്ലീഷ് അതിൽ കോംപ്രിഹെൻഷൻ ഉണ്ടാവും, കുറച്ച് ഗ്രാമർ ഉണ്ടാവും, വൊക്കാബുലറി ഒക്കെ ഉണ്ടാവും എന്നുള്ള അണ്ടർസ്റ്റുഡ് ആണ്. ഇതാണ് Tier 1 സിലബസ് നമ്മൾ വന്നിട്ടുള്ളത്. ഇനി Tier 2 സിലബസ് എന്താണെന്ന് നോക്കാം. നമ്പർ സിസ്റ്റം, അതായത് Tier 2 പേപ്പർ 1 സെഷൻ 1 ഓഫ് പേപ്പർ 1 മാത്തമെറ്റിക്കൽ അബിലിറ്റീസ് എന്ന ഭാഗത്തിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കൂ. നമ്പർ സിസ്റ്റം, കമ്പ്യൂട്ടേഷൻ, ഹോൾ നമ്പർ, ഇത് മറ്റൊരു കൊടുത്ത അതേ തന്നെ. ഫണ്ടമെൻ്റൽ ഓഫ് അരിത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ്, നേരത്തെ ആ കാറ്റഗറൈസേഷൻ വന്നില്ല എന്നേ ഉള്ളൂ. പെർസെൻറ്റേജ്, റേഷ്യോ, പ്രൊപ്പോർഷൻ, സ്ക്വയർ, ആവറേജസ്, ഇൻട്രസ്റ്റ്, സിമ്പിൾ, കോമ്പൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഉള്ള സംഗതികളൊക്കെ അതിൽ വന്നിരിക്കുന്നു. പിന്നെ ആൾജിബ്ര, ബേസിക് ആൾജിബ്രായിക് ഐഡൻറ്റിറ്റി, സ്കൂൾ ഓഫ് ആൾജിബ്ര ആൻഡ് എലിമെൻ്ററി സെർച്ച്, ഇത് അതുപോലെ തന്നെയാണ്. ഗ്രാഫ്സ് ആൻഡ് ലീനിയർ ഇക്വേഷൻസ്, ഇത് ഈ കാറ്റഗറി ആണ് എന്നുള്ളത് ഇവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ജിയോമെട്രി, പേര് കൊടുത്തു, സബ് ഹെഡിങ് കൊടുത്തു സിലബസ്. ജിയോമെട്രി, ഫെമിലിയാരിറ്റി വിത്ത് എലിമെൻ്ററി ജിയോമെട്രി ഫിഗേഴ്സ് ആൻഡ് ഫാക്ട്സ്, ട്രയാങ്കിൾ ആൻഡ് ഇറ്റ്സ് വേരിയസ് കൈൻഡ്സ് ഓഫ് സെൻറ്റേഴ്സ്, കോൺഗ്രുവൻസ് ആൻഡ് സിമിലാരിറ്റി ഓഫ് ട്രയാങ്കിൾ, സർക്കിൾസ്, കോഡ്സ്, ടാൻജൻസ്, ആംഗിൾസ് സബ്സ്റ്റൻറ്റഡ് ബൈ കോഡ്സ് ഓഫ് സർക്കിൾ, കോമൺ ടാൻജൻസ്, 2 or more സർക്കിൾസ്. ഇതൊന്നും കേട്ട് ഞെട്ടരുത്. കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ സാധാരണ മാത്തമെറ്റിക്സിൽ നമ്മൾ പഠിക്കുന്ന സംഗതികൾ തന്നെയാണ്. കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ്റെ ഒരു വിന്നിങ് സ്ട്രാറ്റജിയിൽ ഇതിനെ അനലൈസ് ചെയ്തുകൊണ്ട് ഏതൊക്കെ തരത്തിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കിക്കൊണ്ട് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് ഉറപ്പിക്കാവുന്ന മാർക്കുകളാണ്. അതായത് പ്രെഡിക്റ്റ് ചെയ്തിട്ട് ഈ ഭാഗത്ത് എനിക്ക് 100% മാർക്ക് നേടാൻ പറ്റുമെന്ന് പഠിച്ചു പോകാവുന്ന ഏതെങ്കിലും ചുരുക്കം ചില ഭാഗങ്ങളുണ്ടെങ്കിൽ അതിലൊന്നാണ് മാത്തമെറ്റിക്സ് എന്നുള്ളത്. എപ്പോഴും എല്ലാവരും പറയുന്നൊരു കാര്യമാണ്. ഇതിൽ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ്, ഒരു മാത്തമെറ്റിക്സിലെ ഭാഗം പഠിക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം പ്രാക്ടീസ് ചെയ്യുന്നു, എത്രമാത്രം എക്സ്പീരിയൻസ് ആവുന്നു, അത്രയും കൂടുതൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയയാണ്. പിന്നെ അടുത്തത് മെൻസുറേഷൻ, ട്രയാങ്കിൾ, ക്വാഡ്രിലാറ്ററൽ, ഇതും മറ്റിടത്ത് Tier 1 ആ സബ് ഹെഡിങ് ഇല്ലാന്നേ ഉള്ളൂ. റൈറ്റ് സർക്കുലർ കോൺ, റൈറ്റ് സർക്കുലർ സിലിണ്ടർ, സ്ഫിയർ, അങ്ങനെ കുറേ സംഗതികൾ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ ബേസിക് ഐഡൻറ്റിറ്റീസും അതിൻ്റെ ഏരിയ, വോളിയം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സാധാരണ എഴുതി ചോദിക്കുക. പിന്നെ ട്രിഗ്നോമെട്രി, സബ് ഹെഡിങ് വന്നിരിക്കുന്നു. ട്രിഗ്നോമെട്രി റേഷ്യോസ്, കോംപ്ലിമെൻ്ററി ആംഗിൾസ്, ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസസ്. അതിൽ ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് സിമ്പിൾ പ്രോബ്ലംസ് ഓൺലി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമ്പിൾ പ്രോബ്ലംസ് ഓൺലി, നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പേടിക്കണ്ട എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റീസ് ലൈക്ക് sin square theta plus cos square theta is equal to 1 തുടങ്ങിയ സ്റ്റാൻഡേർഡ് ഐഡൻറ്റിറ്റീസ് ചോദിക്കും. ഇത് നമ്മൾ പറയും പോലെ വളരെ ഈസി ആയിരിക്കും എന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ ലെവലിലുണ്ടാവും. ഇത്രയൊക്കെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ചിലപ്പോൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചോദ്യങ്ങൾ ഡീപ്പായിട്ട് പോകാം. പിന്നെ അവസാന ഭാഗമായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി എന്നുള്ളൊരു ഭാഗമുണ്ട്.
ഇത് ഒരു പക്ഷേ SSCയിൽ ഈ പുതിയ മോഡലിലേക്ക് വന്നതിന് ശേഷമാണ് ഈ ഒരു സംഗതി കൊണ്ടുവന്നത്. യൂസ് ഓഫ് ടേബിൾസ് ആൻഡ് ഗ്രാഫ്സ്, ഹിസ്റ്റോഗ്രാം, പോളിഗോൺ, ബാർ ഡയഗ്രാം, പൈ ചാർട്ട്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, എക്സെട്ര. ഇത്രയാണ് മാത്സിൽ വരുന്നത്. ഇനി റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് എന്താണ് വരുന്നത് നോക്കൂ. ഇവിടെ ക്വസ്റ്റ്യൻസ് ഓഫ് ബോത്ത് വെർബൽ ആൻഡ് നോൺ വെർബൽ ടൈപ്പ് Tier 1 ഉണ്ടായിരുന്നു. These will include questions of semantic analogy, symbolic operations, symbolic number analogy, trends, figure analogy, space orientation, semantic classification. Semantic എന്ന് പറഞ്ഞാൽ മീനിങ്ങുമായി ബന്ധപ്പെട്ടാണ് സെമാൻറ്റിക്സ് പറയുന്നത്. സെമാൻറ്റിക് ക്ലാസിഫിക്കേഷൻ, വെൻ ഡയഗ്രാം, സിംബോളിക് നമ്പർ ക്ലാസിഫിക്കേഷൻ, ഡ്രോയിങ് ഇൻഫറൻസസ്, ഏതെങ്കിലും സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഫിഗറൽ ക്ലാസിഫിക്കേഷൻ, പങ്ക്ച്ഡ് ഹോൾ, പാറ്റേൺ ഫോൾഡിങ്, അൺഫോൾഡിങ്, ഒരു സംഗതി മടക്കിയിട്ട് നിവർത്തി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും ഷേപ്പ് എന്ന് ചോദിക്കുക. അപ്പോൾ മിററിൻ്റെ ഒരു സൈഡ് തന്ന മിറർ ഇമേജ് എങ്ങനെയായിരിക്കും ചോദിക്കുക, അങ്ങനത്തെ ഒക്കെ അതിൽ വരുന്ന എംബഡഡ് ഫിഗേഴ്സ്, ഫിഗറൽ സീരീസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ഇമോഷണൽ ഇൻ്റലിജൻസ്, വേർഡ് ബിൽഡിംഗ്, സോഷ്യൽ ഇൻ്റലിജൻസ്, കോഡിംഗ്, ഡീകോഡിംഗ്, ന്യൂമറിക്കൽ ഓപ്പറേഷൻസ്, അതർ സബ് ടോപ്പിക്സ് ഈഫ് എനി. ഇതിലൊക്കെ പെടുന്ന എന്തെങ്കിലും സബ് ടോപ്പിക് ഉണ്ടാകുന്നത്. അതായത് സിലബസ് ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി ഡിസ്ക്രിപ്റ്റീവ്, അതായത് ഇങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ വ്യക്തമായി പറയുന്നത് സിലബസിലേക്ക് ഇത് മാറിയെങ്കിലും ചോദ്യങ്ങൾ സാധാരണഗതിയിൽ Tier 1 ചോദിച്ചതിനേക്കാളും കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള, എന്നാൽ റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ് സാധാരണപ്പെടുത്തുന്ന ടൈപ്പ് തന്നെ ചോദിക്കാറുള്ളൂ. ഇനി നമ്മൾ മോഡ്യൂൾ 1 സെക്ഷൻ 2 പേപ്പർ 1 ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ സിലബസ് നോക്കുക. ഇംഗ്ലീഷിൽ പറയുന്നത് എന്താണ്? വൊക്കാബുലറി, ഗ്രാമർ. ഇത് തന്നെയാണ് വൊക്കാബുലറി, ഗ്രാമർ. അതിൻ്റെ ബാക്കിയുള്ളതിൽ ഇനി അങ്ങോട്ട് വരും. സെൻറ്റൻസ് സ്ട്രക്ചർ, സിനോണിംസ്, ആൻറ്റോണിംസ്. സെൻറ്റൻസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ഫോം എ പാർട്ട് ഓഫ് ഗ്രാമർ. ദെൻ സിനോണിംസ്, ആൻറ്റോണിംസ് ആൻഡ് ദെയർ കറക്റ്റ് യൂസേജ്, സ്പോട്ട് ദ എറർ. ഗ്രാമർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സാധനമാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വൊക്കാബുലറിയാണ് സാധാരണ ഇത് ടെസ്റ്റ് ചെയ്യപ്പെടുക. സിനോണിംസ്, ഹോമോണിംസ്, ആൻറ്റോണിംസ്, സ്പെല്ലിങ്സ്, ഡിറ്റക്ടിങ് മിസ്പെൽഡ് വേർഡ്സ്, ഇഡിയംസ് ആൻഡ് ഫ്രേസസ്, വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, ഇംപ്രൂവ്മെൻറ്റ് ഓഫ് സെൻറ്റൻസസ്, ആക്റ്റീവ് പാസീവ് വോയിസ് ഓഫ് വേർബ്സ്, കൺവേർഷൻ ഇൻ ടു ഡയറക്റ്റ് ഇൻഡയറക്റ്റ് സ്പീച്ച് and narration, shuffling of sentence part, shuffling of sentence in a passage, parajumbling എന്നൊക്കെ പറയുന്നത് അതൊക്കെയാണ് ഇതിൽ. ക്ലോസ് പാസേജ്, അതായത് കുറേ ഫില്ലിൻ വരുന്ന ടൈപ്പ്. കോംപ്രിഹെൻഷൻ പാസേജ്, ഒരു പാസേജ് എന്നിട്ട് അതിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറയുന്നത്. ടു ടെസ്റ്റ് കോംപ്രിഹെൻഷൻ 3 or more paragraphs will be given and questions based on those will be asked. കോംപ്രിഹെൻഷൻ ഉണ്ടോ എന്ന് നോക്കാൻ 3 അതിലധികമോ പാരഗ്രാഫ് തരും, എന്നിട്ട് ചോദ്യങ്ങൾ തരും. At least one paragraph should be simple, one based on a book or a story, and the other 2 paragraphs should be on current affairs based on a report or editorial. സാധാരണ ഗതിയിലുള്ളത് തന്നെ. ഏതെങ്കിലും 3 പാരഗ്രാഫിൽ ഒന്ന് ചിലപ്പോൾ ഒരു സ്റ്റോറിയൊക്കെ ആയിരിക്കും, ബാക്കിയുള്ളതെല്ലാം കറണ്ട് ആയിട്ട് ലൈവ് ടോപ്പിക്സ്, ന്യൂസെന്നോ മറ്റോ വരുന്നതായിരിക്കും എന്നാണ് പറയുന്നത്. ഇത്രയൊക്കെ വിശദീകരിച്ച് നമുക്ക് തരികയാണ്. ഞാൻ എങ്ങനെയാണ് അടിക്കുമെന്ന് പറഞ്ഞിട്ട് അടിക്കുന്ന ഒരടിക്കാരനായിട്ട് SSC ഇവിടെ നമ്മൾ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ ഞാൻ ഉത്തരവാദിയല്ല എന്നാണ് SSC പറയുന്നത്. സോ ഇംഗ്ലീഷ് ഈസ് മാനേജബിൾ. ഇംഗ്ലീഷ് ഏറ്റവും വെയിറ്റേജ് ഉള്ളൊരു സെക്ഷനാണെന്ന് മറന്നു പോകരുത്. അതുകൊണ്ട് പ്രിപ്പറേഷനിൽ ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തൊരു സമീപനം വേണം. ഇനി ജനറൽ അവയർനെസ്സിൻ്റെ സെക്ഷൻ്റെ സിലബസ് സാധാരണത്തുപോലെ തന്നെ കുറേ വലിയ നിർവചനം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ആർ ഡിസൈൻഡ് ടു ടെസ്റ്റ് ദ കാൻഡിഡേറ്റ്സ് ജനറൽ അവയർനെസ് ഓഫ് ദ എൻവയോൺമെൻറ്റ് അറൗണ്ട് ദം ആൻഡ് ഇറ്റ്സ് അപ്ലിക്കേഷൻ ടു സൊസൈറ്റി. ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ ഡിസൈൻഡ് ടു ടെസ്റ്റ് നോളേജ് ഓഫ് കറണ്ട് ഇവൻറ്റ്സ് ആൻഡ് ഓഫ് സച്ച് മാറ്റേഴ്സ് എവറിഡേ ഒബ്സർവേഷൻ എക്സ്പീരിയൻസ് ഇൻ ദെയർ സയൻറ്റിഫിക് ആസ്പെക്ട് ആസ് മേ ബി എക്സ്പെക്റ്റഡ് ഓഫ് an educated person, same as Tier 1 syllabus. Then test will also include questions relating to India and its neighboring countries, especially pertaining to history, culture, geography. അത് നേരത്തുള്ളത് തന്നെ, അതായത് എന്തും ചോദിക്കാമെന്നാണ് ഉത്തരം. എന്ത് ചോദിച്ചാലും ഇത് സിലബസില്ലെന്ന് പറയാൻ പറ്റാത്ത രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വേൾഡ് ജിയോഗ്രഫി, അതുപോലെ തന്നെ ഇന്ത്യയുടെ ജിയോഗ്രഫി, ഹിസ്റ്ററി, പോളിറ്റി, പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി, ജനറൽ സയൻസ് തുടങ്ങിയ ഭാഗങ്ങളിൽ വ്യക്തമായ ധാരണയോടുകൂടിയുള്ള പ്രിപ്പറേഷൻ ഇതിനാവശ്യമാണ്. കൂടുതൽ സമയം ആവശ്യം വരും. കാരണം ഇതിൻ്റെ അത്രയും വൈപുല്യമുള്ള, അതായത് അത്രയും വലിയൊരു സിലബസ് മറ്റൊന്നിലുമില്ല. കാരണം ഇത് എല്ലാ ഭാഗങ്ങളിലും ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ കിടക്കുകയാണ്. എനിത്തിങ് അണ്ടർ ദ സൺ ആൻഡ് എബൌട്ട് ദ സൺ ക്യാൻ ബി ആസ്ഡ്. അപ്പോൾ സൂര്യൻ്റെ താഴെയും സൂര്യനുള്ളിലും സൂര്യനപ്പുറത്തുമുള്ള എന്തിനെ പറ്റിയും ജനറൽ അവയർനെസ്സിൽ ചോദ്യങ്ങൾ ചോദിക്കാം. അപ്പോൾ അതെല്ലാം നോക്കി പഠിക്കാനുള്ള ഒരു സമയം നമ്മൾ കണ്ടെത്തണം. ജനറൽ റീഡിങ് ആവശ്യമാണ്. കറണ്ട് അഫയേഴ്സൊക്കെ വരുന്നതുകൊണ്ട് പേപ്പർ വായിക്കാനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം എന്നുള്ളത് നോക്കുക. ഇനി കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയിൽ എന്താണെന്നുള്ളത് ജസ്റ്റ് കമ്പ്യൂട്ടർ പ്രൊഫഷൻസിയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇത് ക്വാളിഫയിങ് നേച്ചറാണ് എങ്കിൽ പോലും ഓർഗനൈസേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ്, കമ്പ്യൂട്ടർ മെമ്മറി ആൻഡ് മെമ്മറി ഓർഗനൈസേഷൻ, ബാക്കപ്പ് ഡിവൈസസ്, പോഡ്സ്, വിൻഡോസ്, എക്സ്പ്ലോറർ, കീബോർഡ്, ഷോർട്ട് കട്ട്സ്.
ഇത്രയും കാര്യങ്ങൾ ബേസിക്സ് എന്ന് ചോദിക്കും. പിന്നെ സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം including basics of Microsoft Office like MS Word, Office, Excel, PowerPoint, etc. പിന്നെ വർക്കിംഗ് വിത്ത് ഇൻ്റർനെറ്റ് ആൻഡ് ഇമെയിൽസ് വന്നിട്ടുണ്ട്. അതിൽ വെബ് ബ്രൗസിംഗ്, സെർച്ചിങ്, ഡൗൺലോഡിംഗ്, അപ്ലോഡിംഗ്, മാനേജിങ് ആൻഡ് ഇമെയിൽ അക്കൗണ്ട്, e-banking തുടങ്ങിയ ചോദ്യം. ബേസിക്സ് ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, നെറ്റ്വർക്കിംഗ് ഡിവൈസസ് ആൻഡ് പ്രോട്ടോകോൾസ്, network and information security threats like hacking, virus, worms, trojan, etc. and preventive measures. ഇത്രയും കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. പിന്നെ അടുത്ത പേപ്പർ എന്ന് പറയുന്നത് ജനറൽ പേപ്പറല്ല, സ്റ്റാറ്റി എഴുതുന്ന ആൾക്കാർക്കുള്ള സിലബസാണ് കൊടുത്തിരിക്കുന്നത്. ആ സിലബസിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല, കാരണം അതൊരു ജനറൽ ടോപ്പിക് അല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. പക്ഷേ സ്റ്റാറ്റി പേപ്പറിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ, അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കുന്ന ആൾക്കാർ ഈ സിലബസ് തീർച്ചയായിട്ടും പോവുകയും അതിൻ്റെ പ്രിപ്പറേഷൻ ജനറൽ ആയിട്ടുള്ള പ്രിപ്പറേഷൻ്റെ കൂടെ കമ്പൽസറി പേപ്പേഴ്സിന് വേണ്ടി പഠിക്കുന്നതിൻ്റെ കൂടെ കൊണ്ടുപോവുകയും വേണം. പരീക്ഷ എടുത്തിട്ട് Tier 1 പാസ്സായാൽ മാത്രം പഠിക്കാം എന്നുള്ളത് ഈ ഒരു എക്സാമിനേഷനെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു വിന്നിങ് സ്ട്രാറ്റജി അല്ല. പ്രത്യേകം ശ്രദ്ധിച്ചോളണം. നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ അല്ലെങ്കിൽ ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറിന് അപേക്ഷിക്കാൻ ക്വാളിഫൈഡ് ആണ്, അപേക്ഷിക്കുന്നുണ്ട് എങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഈ സിലബസ് പ്രകാരമുള്ള ഒരു പഠനവും ഇതിൻ്റെ കൂടെ തന്നെ ആരംഭിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നല്ലൊരു സിലബസാണ് അതിനും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ ഇതിലേറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ വരെയുള്ള കാര്യങ്ങളാണ്. ഇനി അങ്ങോട്ട് നോട്ടിഫിക്കേഷനിൽ പറയുന്നത് മുഴുവനും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക, എങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ, എന്തൊക്കെ ഐഡൻറ്റിറ്റി ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഐഡൻറ്റിറ്റി കാർഡ് പോലുള്ള എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ്. അതിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ പോകുന്നില്ല. കാരണം നിങ്ങൾ അപേക്ഷിക്കുക എന്നുള്ളതും അപേക്ഷിക്കുമ്പോൾ തെറ്റുവരുത്താതെ ശരിക്കും മനസ്സിലാക്കി അപേക്ഷിക്കുക എന്നുള്ളതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് അപേക്ഷിക്കുന്നതിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റ് ഷുഡ് ബി എ സീറോ എറർ ഇവൻറ്റ്. നിങ്ങൾ അപേക്ഷ എന്ന് പറയുന്നത് സീറോ എറർ ഇവൻ്റാക്കി മാറ്റുക. ഇനി എന്തെങ്കിലും രീതിയിൽ മിസ്റ്റേക്സ് വന്നു പോയാൽ കറക്റ്റ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് വളരെ ഉത്തരവാദിത്തമില്ലാതെ അപേക്ഷിക്കാൻ ശ്രമിക്കരുത്. അപേക്ഷിക്കുമ്പോൾ ഏതൊക്കെ പോസ്റ്റുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കുക. അതുപോലെ തന്നെ അപേക്ഷ കൊടുക്കുന്നതിൽ സീറോ എറർ എന്നതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പരീക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ സെലക്ഷൻ പ്രൊസീജിയറിന് വേണ്ടി തയ്യാറാകുന്നതിൽ സീറോ എറർ മെത്തേഡ് അപ്ലൈ ചെയ്യുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൽ Tier 1, Tier 2 ഈ പരീക്ഷകൾക്ക് എല്ലാത്തിനും കൂടി ഈ രണ്ട് സെഗ്മെൻറ്റുകൾക്കും കൂടിയുള്ള പ്രിപ്പറേഷൻ Day 1 മുതൽ സ്റ്റാർട്ട് ചെയ്യണം. Tier 1 കഴിഞ്ഞിട്ട് ക്ലിയർ ചെയ്താൽ Tier 2 പോകാം, അതിൻ്റെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചിന്ത നിങ്ങളെ ജയത്തിലേക്ക് ഒരിക്കലും നയിക്കില്ല എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഡയറക്ഷനിൽ കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ ഒരു കംപ്ലീറ്റ് കോഴ്സാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. Tier 1-നും Tier 2-നും കൂടി വേണ്ടിയിട്ടുള്ള വിന്നിങ് സ്ട്രാറ്റജി അടങ്ങിയിരിക്കുന്ന ആണ് നമ്മുടെ ഡയറക്ഷനിലെ SSC CGLൻ്റെ കോഴ്സുകൾ എന്ന് പറയുന്നത്. അതിലിപ്പോൾ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ ഈ സീറോ എറർ മെത്തേഡ് വിന്നിങ് സ്ട്രാറ്റജി ഉപയോഗിച്ച് തന്നെ പരീക്ഷയ്ക്ക് പഠിക്കണമെന്നുള്ള കാര്യം എല്ലാം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾക്ക് വിജയം നേടിയെടുക്കാൻ വേണ്ടി അധ്വാനിക്കാനും അധ്വാനിക്കാൻ മാത്രമല്ല അത് ആസ്വദിക്കാനുള്ള കഴിവ് ഉണ്ട് എങ്കിൽ തീർച്ചയായും ഏറ്റവും മികച്ച ഇടം ഡയറക്ഷനാണ്. നിങ്ങളുടെ ഡയറക്ഷനിൽ എത്തി എന്നുള്ളത് നിങ്ങൾ ഉറപ്പിക്കുക. ഡയറക്ഷനിലെത്തിയ ആൾ ഡയറക്ഷനിലേക്ക് പോകുന്നു എന്നുള്ളത്, അയാളുടെ വിജയത്തിൻ്റെ ഡയറക്ഷനിൽ തന്നെ പോവുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾ ഉറപ്പുവരുത്തുന്നു. ഈ ഒരു സിസ്റ്റത്തിലേക്ക്, വിന്നിങ് സ്ട്രാറ്റജി എന്ന സിസ്റ്റത്തിലേക്ക്, അതായത് ടെക്നോളജി ഓഫ് സക്സസ് ആണ്. എങ്ങനെ ഒരു പരീക്ഷയ്ക്ക് പഠിക്കണം, ഏത് രീതിയിൽ പഠിച്ച് ഏത് രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് മുന്നേറി അതിൽ ആദ്യ റാങ്കുകൾ പിടിച്ചെടുക്കണം എന്നുള്ളതിന് നമ്മൾ ബ്രീഫായിട്ട് പറയുന്നൊരു ടേമാണ് വിന്നിങ് സ്ട്രാറ്റജി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയുള്ള വിന്നിങ് സ്ട്രാറ്റജി ബാച്ചുകളൊക്കെ ഇവിടെ ആരംഭിക്കുന്നുണ്ട്. ഇപ്പോൾ അഡ്മിഷൻ ആൾക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നു. നിങ്ങളും വൈകരുത്. ശരിക്കുമുള്ള നിങ്ങളുടെ ഡയറക്ഷൻ ഈ ഒരു വിന്നിങ് സ്ട്രാറ്റജിയിലേക്ക് നിങ്ങൾ മാറുമ്പോഴാണ് ആരംഭിക്കുന്നത് എന്നുള്ളത് മറക്കാതെ ഇപ്പോഴേ അതിൻ്റെ മനസ്സൊരുക്കം നടത്തുക. അപേക്ഷ ഇന്ന് തന്നെ നൽകാൻ പറ്റുമോ, സബ്മിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക. തെറ്റുവരുത്താതെ അപേക്ഷിക്കുക. പ്രിപ്പറേഷൻ തെറ്റുവരുത്താതെ തുടങ്ങുക. ഇന്ന് തന്നെ എല്ലാം ആരംഭിക്കുക. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്ത് ഇടുന്നതായിരിക്കും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പിക്കാവുന്നതാണ്. ഓഫ്ലൈൻ ബാച്ചിലേക്കും ഓൺലൈൻ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുകയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് നല്ലതെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട്. സാർ ഓഫ്ലൈൻ ആണോ ഓൺലൈൻ ആണോ നല്ലതെന്നുള്ളത്. ഓഫ്ലൈനും ഓൺലൈൻ തമ്മിലുള്ള വ്യത്യാസം കണ്ടൻറ് വൈസ് രണ്ടും റിച്ചാണ്. ഓഫ്ലൈൻ എന്താ വെച്ചാൽ നമ്മൾ കൂടെ ഉണ്ട്, നിങ്ങൾ ഇവിടെ വരുന്നു,
ഞങ്ങൾ നിങ്ങളത് ചെയ്തോ എന്ന് ചോദിക്കുന്നു. ആ ഒരു ചോദ്യം എങ്ങനെ ചെയ്യണമെന്ന് പറയുന്നു, ഇടയ്ക്ക് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. ഇതെല്ലാം നിങ്ങളൊരു ഹൈലി മോട്ടിവേറ്റഡായി എപ്പോഴും നിർത്താനുള്ള ഒരു സംവിധാനം ഓഫ്ലൈനിൽ നമ്മൾ പരസ്പരം കാണുന്നു എന്നുള്ളതുകൊണ്ടും എന്നും മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇൻട്രാക്ട് ചെയ്യുന്നുള്ളതുകൊണ്ടുമുണ്ട്. അതേസമയത്ത് ഓൺലൈനിൽ എന്താ വെച്ചാൽ കുറച്ചുകൂടി ഒരു മാച്യൂരിറ്റി ലെവൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു ഓൺലൈൻ സംവിധാനത്തിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരെയും കബളിപ്പിച്ചുകൊണ്ട് നിശബ്ദരായി ഒന്നും ചെയ്യാതിരിക്കാം. എന്നാൽ ഓഫ്ലൈനിൽ അത് അസാധ്യമാണ്. നിങ്ങൾ വന്നിരിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളത് ചെയ്യുന്നുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്താനുള്ള ഉത്തരവാദിത്വവും അതിനുള്ളൊരു അധികാരവും ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങളെ ഡയറക്ഷൻ്റെ ക്ലാസ് റൂമിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ തീരുമാനം എന്തായാലും പെട്ടെന്ന് എടുക്കുക. ഇനി ഒട്ടും വൈകരുത്. SSC നൽകുന്ന ഈ അവസരം 17,000-ലധികം വേക്കൻസികളുണ്ട്. ഒരൊറ്റ വേക്കൻസി നിങ്ങൾക്ക് വേണ്ട പോസ്റ്റ് ഏതാണെന്ന് തീരുമാനിച്ച് അത് നേടിയെടുക്കാനുള്ള അധ്വാനത്തിലേക്ക് ഇന്ന് ആരംഭിക്കുക. ഒട്ടും വൈകരുത്. ഈ അവസരം ഒരു കാരണവശാലും മിസ്സാക്കരുത്.